ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മുടെ തുടർമാന ക്ലാസ്സുകളുടെ അവസാന ദിവസത്തിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുകയാണ്. കർത്താവിൻ്റെ രണ്ടാം വരവിനോടനുബന്ധിച്ച് നിത്യത മുതൽ നിത്യത വരെയുള്ള ക്ലാസ്സിൻ്റെ തുടർമാനമായ പല ക്ലാസ്സുകൾ, പല സെക്ഷനിലൂടെയെല്ലാം നമ്മൾ കടന്നുപോയി. ദൈവമക്കളെ, നമ്മൾ ഇതുവരെയും കാണാത്തതും അറിയാത്തതുമായ അനേക വിഷയങ്ങൾ നമുക്ക് പഠിക്കുവാൻ ഇതുപോലെ ഒരു മനോഹരമായൊരു സാഹചര്യങ്ങൾ ലഭിച്ചു. പലപ്പോഴും ലോക്ക്ഡൗണെല്ലാം വന്നപ്പോൾ നമുക്ക് പലപ്പോഴും നിരാശയെ ആത്മീയ ജീവിതത്തിൽ അതൊരു തളർച്ചയ്ക്ക് കാരണമായി തീർന്നല്ലോ എന്ന് നമ്മൾ ഭയപ്പെട്ടു പോയതാണ്. എന്നാൽ ദൈവത്തിൻ്റെ കൃപയാൽ ഞാനത് ചിന്തിക്കുകയാണ്. എല്ലാത്തിനെയും നടുവിൽ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. അതിൻ്റെ അപ്പുറമായി നമ്മൾ ചിന്തിക്കുന്നത് പോലെയല്ല. നമ്മളിതിനെ നിരാശയായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ആത്മീയ ജീവിതത്തിനൊരു തളർച്ചയായിട്ട് കാണുന്നുവെങ്കിൽ നമുക്ക് ഒരിക്കലും ഇത്രയും ദൈവദാസന്മാരെ ഒരുമിച്ചിരുത്തി ഒരു ക്ലാസ് ക്രമീകരിക്കുവാൻ ഒരിക്കലും സാധ്യമല്ല. ഒരിക്കലും ഇങ്ങനെ ഒരു ക്ലാസ് കേൾക്കുവാനോ പഠിക്കുവാനോ തുടർമാനമായിട്ട് പഠിക്കുവാനോ നമുക്ക് ഒരിക്കലും സാധ്യമല്ല. എന്നാൽ അതിന് നടുവിൽ ദൈവം അതൊരു പദ്ധതി ഒരുക്കി. ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുകയാണ്. അതിനുവേണ്ടി ദൈവദാസന്മാരെ അതിനുവേണ്ടി ഉപയോഗിച്ചു. നമ്മൾ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ദൈവദാസന്മാർ വ്യത്യസ്തമായ തലങ്ങളിൽ നിന്നുകൊണ്ട് അവരുടെ ആശയങ്ങൾ കർത്താവ് പഠിപ്പിച്ച ദൈവാത്മാവിൻ്റെ ആലോചനകൾ നമ്മളോട് പറഞ്ഞു തന്നു. ദൈവത്തെ സ്തോത്രം ചെയ്യുകയാണ്. ഇന്ന് അവസാന ദിവസത്തിലേക്ക് കടന്നു വരുമ്പോൾ എല്ലാ മഹത്വവും ആരാധനയും പുകഴ്ചയും എല്ലാം സ്വർഗത്തിലേക്ക് ഉയർത്തുകയാണ്. ഇങ്ങനെയൊക്കെ കിട്ടുന്ന അവസരങ്ങൾക്കായിട്ട് ദൈവത്തെ സ്തോത്രം, ഇത് പ്രയോജനപ്പെടുത്തവർക്കായിട്ട് ദൈവത്തെ സ്തോത്രം ചെയ്യുകയാണ്. ഇതെല്ലാം ഇതിന് പിന്നിലെല്ലാം നമുക്ക് തോന്നും ഇതെല്ലാം മാനുഷികമായി തന്നു എന്ന് തോന്നിയാൽ, എന്നാൽ അതിനപ്പുറമായി പൂർണ്ണമായി ഞാൻ വിശ്വസിക്കുകയാണ് ഇത് ദൈവത്തിൻ്റെ ഒരു പദ്ധതിയാണ്. എത്ര വലിയ പ്രതിസന്ധികൾ വന്നാലും അതിന് നടുവിൽ ഹല്ലേലൂയ, എത്ര വലിയ വെള്ളങ്ങൾ വന്നാലും നമുക്കറിയാം അതിന് നടുവിൽ പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. അതിന് നടുവിൽ അതിനെ മനോഹരമാക്കുന്ന അത്ഭുതകരമാക്കുന്ന ഒരു ദൈവം ജീവിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. എങ്ങനെ നോക്കിയാലും ശദ്രക്, മേശക്, അബേദ്നെഗോ അവർ തീച്ചുളയിൽ വീണപ്പോൾ ലോകം വിചാരിച്ചു, അവരോട് ചുറ്റപ്പെട്ട് നിൽക്കുന്ന എല്ലാവരും വിചാരിച്ചു അതോടെ തീർന്നു പോയെന്ന്. എന്നാൽ അതൊരു അത്ഭുതമാക്കി സ്വർഗത്തിലെ ദൈവം മാറ്റി. നമ്മൾ വിശ്വസിച്ചാട്ട് ദൈവങ്ങളെ, നമ്മെ ഹല്ലേലൂയ ഹല്ലേലൂയ ഇന്ന് ലോകം നോക്കുന്നത് പോലെയല്ല, നമ്മെ ഒരു അത്ഭുതമാക്കി മാറ്റുന്ന ദൈവം ജീവിക്കുന്നു. വചനത്തിലൂടെ നമ്മെ ബലപ്പെടുത്തുന്ന ഒരു ദൈവം ജീവിക്കുന്നു. അവൻ ഹല്ലേലൂയ, അവൻ വചനമയച്ച് അനേകരെ അത്ഭുതകരമായി മുന്നോട്ട് നയിക്കുന്ന ദൈവം ജീവിക്കുന്നു. അതിനായിട്ടെല്ലാം ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. ദൈവമക്കളെ, നമുക്ക് തുടർമാനമായി പല ക്ലാസ്സുകൾ ഹല്ലേലൂയ നമുക്ക് കേൾക്കുവാനായിട്ട് ഇടയായി. തുടർന്നും നമ്മുടെ ചാനൽ തന്നെ കിടക്കുന്നുണ്ട്. വീണ്ടും നമുക്ക് സംശയം വേണമെങ്കിൽ ഇതെല്ലാം നോക്കി പഠിക്കാം. അതിനെല്ലാം ദൈവം അതിനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കി. അതിനോർത്ത് ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഞങ്ങളുടെ ക്ലാസ്സിലേക്ക് ശ്രദ്ധിക്കുന്ന എല്ലാവരെയും വളരെ സ്നേഹത്തോടെ ഞങ്ങൾ ഈ ശുശ്രൂഷയിലേക്ക്, ഈ അവസാന ദിവസത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വളരെ ആത്മാർത്ഥതയോടെ കൊതിയോടെ നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. അതുപോലെ വചനം സംസാരിക്കുന്ന വളരെ ബഹുമാനപ്പെട്ട അനുഗ്രഹിക്കപ്പെട്ട ഈ കാലഘട്ടത്തിലെ ദൈവം ശക്തമായി ഉപയോഗിക്കുന്ന അഭിഷിക്തന്മാർ നമ്മുടെ നടുവിലുണ്ട്. അവരെ ഓർത്ത് ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. അഭിമാനത്തോടെ അവരെ സ്വാഗതം ചെയ്യുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, നമുക്ക് കണ്ണുകളെ അടയ്ക്കാം. ഇന്നത്തെ ശുശ്രൂഷ, ഈ അവസാനത്തെ ശുശ്രൂഷ, ഈ അവസാന ദിവസത്തെ ഈ ക്ലാസ് ഹല്ലേലൂയ ദൈവമക്കൾ കൊതിച്ചാട്ടെ, ആഗ്രഹിച്ചാട്ടെ. നമ്മൾ ഇതുവരെയും അറിയാത്ത വലിയ തലങ്ങളിലേക്ക് സ്വർഗം എന്താണോ ഇതേക്കുറിച്ച് ആഗ്രഹിക്കുന്നത്, വചനത്തിലൂടെ എന്താണോ നമ്മോട് പറയുവാനുള്ളത്, ദൈവം എന്ത് ആഗ്രഹിക്കുന്നു, പരിശുദ്ധാത്മാവ് നമ്മോട് എന്ത് പറയുവാൻ ആഗ്രഹിക്കുന്നു അത് പറയുവാൻ, അത് നമുക്ക് മനസ്സിലാകുവാൻ സ്വർഗം സഹായിക്കേണ്ടതിനായിട്ട് പൂർണ്ണമായിട്ട് നമ്മുടെ ജീവിതത്തെ, നമ്മുടെ ഹല്ലേലൂയ ബുദ്ധിമണ്ഡലങ്ങളെ, ജ്ഞാനങ്ങളെ എല്ലാം ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കാം. പരിശുദ്ധാത്മാവ് ഇടപെടേണ്ടതിനായിട്ട് ഒരു വാക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ഞങ്ങളുടെ ദൈവമേ, നിന്റെ കരങ്ങളിലേക്ക് ഞങ്ങളെല്ലാവരെയും ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങൾ ഹല്ലേലൂയ ഒരു കഴിവുമില്ലാത്തവരാണ്, ഒരു സാധാരണക്കാരാണ്, വെറും പൊട്ടന്മാരാണ്. കർത്താവേ, ഞങ്ങൾക്കിതൊന്നും മനസ്സിലാക്കുവാനുള്ള കഴിവോ ബുദ്ധിയോ ജ്ഞാനമോ വിവേകമോ ഒന്നുമില്ല. എന്നാൽ ഹല്ലേലൂയ ബുദ്ധിമണ്ഡലങ്ങളെ തുറക്കുന്ന ദൈവമേ, ഹല്ലേലൂയ നിന്റെ ആത്മാവിനെ അയച്ച് ഞങ്ങളുടെ ബുദ്ധിമണ്ഡലങ്ങളെ തുറക്കണമേ. ഞങ്ങൾക്ക് മനസ്സിലാക്കി തരണമേ, ഞങ്ങൾക്ക് വിവേകം തരണമേ. ദൈവദാസന്മാരെ അതിനായിട്ടെല്ലാം ഉപയോഗിക്കണമേ. ഇന്നത്തെ ശുശ്രൂഷ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, വിവിധ തലങ്ങളിൽ, വിവിധ സാഹചര്യങ്ങളിലായിരിക്കുന്ന എല്ലാവരെയും നീ സ്പർശിക്കണമേ. നിന്റെ കരമൊന്ന് കടന്നു ചെന്ന് തൊടണമേ. ഹല്ലേലൂയ അവസ്ഥകൾക്ക് നീ മാറ്റം വരുത്തണമേ. സാഹചര്യങ്ങൾക്ക് നീ മാറ്റം വരുത്തണമേ. അന്ധകാരത്തിന്റെ ബന്ധനങ്ങൾ അഴിഞ്ഞു മാറട്ടെ. ശത്രുവിന്റെ പോരുകൾ യേശുവിന്റെ നാമത്തിൽ, ശത്രു കെട്ടിയിരിക്കുന്ന എല്ലാ അമ്മിക്കയറുകളും ഞങ്ങൾ ഇവിടുന്ന് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഇന്ന് വചനത്തിന്റെ ശക്തിയാൽ അതെല്ലാം പൊട്ടി
സ്ഥിതി മാറട്ടെ, ജനം സ്വതന്ത്രമാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഹല്ലേലൂയ. ജനം സ്വാതന്ത്ര്യം അനുഭവിക്കട്ടെ. എല്ലാ മേഖലകളിലും എല്ലാവരും അനുഗ്രഹിക്കപ്പെടട്ടെ. താഴ്ച ഏൽപ്പിക്കുന്നു. ഹല്ലേലൂയ. എല്ലാ ശുശ്രൂഷയും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. തുടർമാനമായി ഞങ്ങളോട് നീ സംസാരിക്കണമേ, ദൈവദാസന്മാരെ ഉപയോഗിക്കണമേ. ഹല്ലേലൂയ. ഇനിയും കർത്താവേ ഞങ്ങൾക്ക് സാഹചര്യങ്ങൾ തുറന്നു തരണമേ, പുതിയ പുതിയ ബുദ്ധിമുട്ട് സാഹചര്യങ്ങൾ ഞങ്ങൾക്ക് തുറന്നു തരണമേ. താഴ്ത്തി ഏൽപ്പിക്കുകയാണ്. നീ ഞങ്ങളുടെ ദൈവമാണ്, ഞങ്ങളുടെ കർത്താവാണ്. പ്രാർത്ഥന നീ കേട്ടതുകൊണ്ട് സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് രണ്ടാമതും മേഘവാഹനത്തിൽ വരുമ്പോൾ ഹല്ലേലൂയ പാട്ടുകാരൻ ഇങ്ങനെ പാടി നമ്മുടെ നിന്ദതയും നമ്മുടെ കഷ്ടതയും ഹല്ലേലൂയ ഈ മരുഭൂമി യാത്രയിൽ നമുക്ക് അനുഭവപ്പെടുന്ന ഹല്ലേലൂയ സകലതും ഹല്ലേലൂയ നമ്മിൽ നിന്ന് വിട്ടുമാറുവാൻ സമയമായിരിക്കുന്നു. ഈ കാലഘട്ടങ്ങളിൽ നമ്മത് കണ്ടുകൊണ്ടിരിക്കുന്നു. സഹോദര, നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ യേശു കർത്താവ് രണ്ടാമത് വരാറായി. ഹല്ലേലൂയ. അവൻ വാനമേഘത്ത് കർത്താവിൻ്റെ രണ്ടാമത്തിൻ്റെ മടങ്ങി വരവ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ ഓർക്കണം. ക്ലേശം തീർന്നു നാം നിത്യവും വസിപ്പാൻ ഹല്ലേലൂയ വാസം ഒരുക്കുവാൻ നമ്മൾ ഒരു നാട്ടിലേക്ക് പോവുകയാണ്. നമ്മുടെ വിശ്രമ നാട്ടിലേക്ക് നമ്മൾ യാത്രയാവുകയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ സന്തോഷത്തോടെ പിന്നെയും ഈ പാട്ടിൽ ചേർന്ന് കർത്താവിനെ പാടി മഹത്വപ്പെടുത്താം. രാജാധി രാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളാറായി. ഹല്ലേലൂയ. പിന്നെയും ഹല്ലേലൂയ നമ്മൾ ഒരുമിച്ച് ചേർന്ന് കർത്താവിനെ പാടി മഹത്വപ്പെടുത്തുമ്പോൾ രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളാറായി. രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളാറായി. രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളാറായി. ക്ലേശം തീർന്നു നാം നിത്യം വസിപ്പാ വാസമൊരുക്കാൻ പോയ പ്രിയൻ താൻ. ക്ലേശം തീർന്നു നാം നിത്യം വസിപ്പാ വാസമൊരുക്കാൻ പോയ പ്രിയൻ താൻ. വാസമൊരുക്കാൻ പോയ പ്രിയൻ താൻ. രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളാറായി. രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളാറായി. നിന്ന കഷ്ടത പരിഹാസങ്ങൾ ദുഷികളെല്ലാം തീരാൻ കാലമാണ്. നമ്മുടെ യേശു കർത്താവ് മടങ്ങി വരുമ്പോൾ നമ്മളിന്ന് അനുഭവിക്കുന്ന നിന്ദയും കഷ്ടതയും യേശു കർത്താവിൻ്റെ പേരിൽ നമ്മൾ അനുഭവിക്കുന്ന പരിഹാസവും മഹത്വത്തോടെ അവൻ വാനമേഘത്തിൽ എഴുന്നള്ളി വരുമ്പോൾ നമ്മിൽ നിന്ന് അകന്നു മാറുവാൻ കാലമായിരിക്കുന്നു. പിന്നെ ചേർന്ന് പാടി ഈ വരികളെ ചേർന്ന് പാടി സന്തോഷത്തോടെ പ്രത്യാശയുടെ ഗീതം ചേർന്ന് പാടി ഇവിടെ കർത്താവിനെ നമുക്ക് മഹത്വം. നിന്ന കഷ്ടത പരിഹാസങ്ങൾ ദുഷികളെല്ലാം തീരാൻ കാലമായി. നിന്ന കഷ്ടത പരിഹാസങ്ങൾ ദുഷികളെല്ലാം തീരാൻ കാലമായി. ദുഷികളെല്ലാം തീരാൻ കാലമായി. രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളാറായി. രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളാറായി. പ്രാണപ്രിയന്റെ പൊന്നുമുഖത്തെ തേജസ്സോടെ നാം കാണാൻ കാലമായി. പ്രാണപ്രിയന്റെ പൊന്നുമുഖത്തെ തേജസ്സോടെ നാം കാണാൻ കാലമായി. തേജസ്സോടെ നാം കാണാൻ
രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളാറായി. രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളാറായി. യുഗമായി പ്രിയൻ കൂടെ നാം വാഴും സുദിനം അസന്നമായി. യേശു കർത്താവ് മടങ്ങി വരുമ്പോൾ നമ്മൾ ഒരു നാളിൽ അവൻ്റെ കൂടെ ഉയർത്തപ്പെടും. മടങ്ങി വരാതെ വണ്ണം നമ്മൾ യുഗത്തോടും നിത്യതയോടും കൂടെ കർത്താവിനോട് കൂടെ ചേർന്ന് വസിക്കാൻ കാലമായി. കൊതിയുള്ളവർ ഉള്ളത്തിൽ തട്ടിക്കൊണ്ട് ആത്മാർത്ഥമായി ചേർന്ന് പാടി മഹത്വപ്പെടും. യുഗായുഗമായി പ്രിയൻ കൂടെ നാം വാഴും സുദിനം അസന്നമായി. യുഗായുഗമായി പ്രിയൻ കൂടെ നാം വാഴും സുദിനം അസന്നമായി. വാഴും സുദിനം അസന്നമായി. രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളാറായി. രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളാറായി. കാഹളധ്വനി കേൾക്കും മാത്രമേ മറുരൂപമായി നമ്മൾ പടർന്നിടാറായി. നമ്മുടെ ഈ താഴ്ചയുള്ള ശരീരത്തെ മാറി ഒരു തേജസ്സുള്ള, ഒരു തേജോമയമായ, ഒരു ഏതന്റെ അനുഭവത്തിലുള്ള ശരീരം കർത്താവിനെ മടങ്ങി വരും നമ്മൾ ലഭിക്കുന്നതാണ്. അങ്ങനെ ആഗ്രഹിക്കുന്നവരും കൊതിക്കുന്നവരും പിന്നെയും ചേർന്ന് പാടി ഈ വരികളെ ചേർന്ന് പാടി കർത്താവിനെ ചേർന്ന് പാടി മഹത്വപ്പെടും. കാഹളധ്വനി കേൾക്കും മാത്രയിൽ മറുരൂപമാ പറന്നിടാറായി. കാഹളധ്വനി കേൾക്കും മാത്രയിൽ മറുരൂപമാ പറന്നിടാറായി. കാഹളധ്വനി കേൾക്കും മാത്രയിൽ മറുരൂപമാ പറന്നിടാറായി. മറുരൂപമാ പറന്നിടാറായി. രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളാറായി. രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളാറായി. രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളാറായി. ദൈവതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മുടെ പഠനത്തിൻ്റെ സമാപന ദിവസത്തിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിച്ച ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്കായി ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ദൈവമക്കളെ, കഴിഞ്ഞ 5 ദിവസങ്ങളിലേക്ക് നോക്കിയാൽ ദൈവം എത്ര ചന്തമായി കാര്യങ്ങളെ ക്രമീകരിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസന്മാരിലൂടെ വളരെ വിലപ്പെട്ട ദൈവികാലോചനകൾ നമുക്ക് ശ്രവിപ്പാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിച്ചുവല്ലോ. എത്ര അനുഗ്രഹമേറിയ ഒരു അവസ്ഥയിൽ നമ്മളായിരുന്നു ദൈവമക്കളെ. പ്രത്യേകിച്ച് ലോക്ക്ഡൗൺ ആയിരുന്നതുകൊണ്ട് നമുക്ക് ഒരു തടസ്സവുമില്ലാതെ ദൈവത്തിൻ്റെ വചനം പഠിപ്പാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിച്ചു. അതുകൊണ്ട് ഈ സമാപന ദിവസവും വളരെ പ്രാർത്ഥനയോടെ ദൈവവചനാലോചനയുടെ മുമ്പിൽ നമുക്ക് ചേർന്നിരിക്കാം. ഈ ദിവസങ്ങളിൽ നമ്മൾ പഠിച്ചതായ ഓരോ കാര്യങ്ങളും ആവർത്തിച്ച് കേൾക്കുന്നതും പഠിക്കുന്നതും നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ അനുഗ്രഹമാണല്ലോ. നമ്മൾ ആരംഭ ദിവസത്തിൽ ഓർമ്മപ്പെടുത്തിയിരിക്കുന്നത് പോലെ തന്നെ വെളിപ്പാട് പുസ്തകം 1:3 പറയുന്നു, ഈ പ്രവചനത്തിലെ വാക്യങ്ങൾ വായിച്ച് കേൾപ്പിക്കുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവനാണ്, അത് കേൾക്കുന്നവർ അനുഗ്രഹിക്കപ്പെട്ടവരാണ്, അത് പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാരാണ്. ഇവരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ആ അനുഗ്രഹിക്കപ്പെട്ട ദൂത് നമ്മുടെ ജീവിതത്തിലും പ്രാവർത്തികമാക്കുവാൻ തക്കവണ്ണം നമ്മെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. ഈ സമാപന ദിവസം 3 പ്രധാനപ്പെട്ട സബ്ജക്റ്റാണ് നമ്മൾ ഒരുമിച്ച് പഠിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, വെള്ളസിംഹാസന ന്യായവിധിയെക്കുറിച്ച് നമുക്കിന്ന് വളരെ വ്യക്തമായി പഠിക്കാൻ ഒരു ക്ലാസ് ക്രമീകരിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ നരകത്തെക്കുറിച്ച്, അതിൻ്റെ വിവിധ തലങ്ങളെക്കുറിച്ചും അതിൻ്റെ വ്യക്തതയെക്കുറിച്ചും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതുപോലെ നിത്യത, പുതിയ ആകാശം, പുതിയ ഭൂമി, ഈ വിഷയങ്ങൾ നമുക്ക് ഒരുമിച്ച് പഠിപ്പാൻ തക്കവണ്ണം
ഇന്ന് ദൈവം നമ്മെ സഹായിക്കട്ടെ. കർത്താവിൽ പ്രസിദ്ധരായ 3 ദൈവദാസന്മാരാണ് ഇന്ന് നമുക്ക് ഇന്നത്തെ ദിവസം നമുക്ക് ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്നത്. ദൈവമക്കളെ, നമുക്കറിയാവുന്നതുപോലെ ഭാരതത്തിൽ കർത്താവിൻ്റെ വേല ചെയ്യുന്ന ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട മിഷണറി പ്രസ്ഥാനമാണല്ലോ മിഷൻസ് ഇന്ത്യ. മിഷൻസ് ഇന്ത്യ ശുശ്രൂഷകൾക്ക് ആരംഭം കുറിക്കുവാൻ തക്കവണ്ണം, അതിനെ ചുക്കാൻ പിടിപ്പാൻ തക്കവണ്ണം ദൈവം കരങ്ങളിലെടുത്ത് ഉപയോഗിക്കുന്ന കർത്താവിൽ പ്രസിദ്ധനായ ദേവദാസൻ ഡോക്ടർ ജോർജ് ചെറിയാൻ സാറ് ഇന്ന് ആരംഭമായി നമ്മോട് ദൈവത്തിൻ്റെ വചനം ശുശ്രൂഷിക്കുന്നതാണ്. അതുപോലെ തന്നെ കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട ഞങ്ങളുടെ ഒരു കൂട്ടു സഹോദരൻ കൂടിയാണ്. എന്നാൽ ഭാരതത്തിൽ മാത്രമല്ല, ആഫ്രിക്കയിൽ ഉൾപ്പെടെ ധാരാളം സ്ഥലങ്ങളിൽ കർത്താവിൻ്റെ ശുശ്രൂഷയിൽ പ്രയോജനപ്പെടുന്ന ഒരു അധ്യാപകൻ, ബൈബിൾ പഠിപ്പിക്കുന്ന ഒരു ടീച്ചർ കൂടിയായ കർത്താവിൻ്റെ ദാസൻ ബ്രദർ ജിജി പീറ്റർ മട്ടുമേൽ ഇന്ന് നമ്മോട് ദൈവത്തിൻ്റെ വചനം ശുശ്രൂഷിക്കുന്നതാണ്. അതുപോലെ തന്നെ കർത്താവിൻ്റെ ശുശ്രൂഷയിൽ ഏറ്റവും പ്രയോജനപ്പെടുന്ന കർത്താവിൽ പ്രസിദ്ധനായ ദൈവദാസൻ പാസ്റ്റർ സജികുമാർ കട്ടപ്പന ഇന്ന് നമ്മോട് ദൈവത്തിൻ്റെ വചനം ശുശ്രൂഷിക്കുന്നതാണ്. ഈ 3 ദൈവദാസന്മാരിലൂടെ വളരെ വിലപ്പെട്ട ദൈവിക സന്ദേശം നമുക്ക് ശ്രവിപ്പാനും പഠിപ്പാനും ദൈവം നമ്മെ സഹായിക്കട്ടെ. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ഇപ്പോൾ എത്രയും സ്നേഹബഹുമാനമുള്ള ജോർജ് ചെറിയാൻ സാറിനെ ഇന്നത്തെ ആരംഭ സെഷനിലേക്ക് ക്ഷണിക്കുകയാണ്, സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. തിരുവചനത്തിൽ ദൈവിക ന്യായവിധിയെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. ന്യായവിധി നിശ്ചയമായും മനുഷ്യർക്കുണ്ട്. ഒരിക്കൽ മരണവും പിന്നീട് ന്യായവിധി. എന്നാൽ വിവിധ തരത്തിലുള്ള ന്യായവിധിയെക്കുറിച്ച് തിരുവചനം സൂചിപ്പിക്കുന്നു. ഒന്നാമതായി, വിശ്വാസികളുടെ പാപത്തിൻ്റെ ഒരു ന്യായവിധി ഉണ്ടായി. ക്രിസ്തുവിൽ വിശ്വസിച്ച സമൂഹത്തിന് അവരുടെ പാപങ്ങൾ ന്യായം വിധിക്കപ്പെട്ടതായി നമുക്ക് കാണാൻ കഴിയും. ക്രൂസിലേക്ക് നോക്കുക. ലോകത്തിൻ്റെ പാപം ചുമന്നുകൊണ്ട് ക്രൂസിൽ കയറി ദൈവത്തിൻ്റെ കോപം തൻ്റെ പുത്രൻ്റെ മേൽ വർഷിച്ചു. എന്നാൽ അത് അനുഭവമായി തീരുന്നത് ആ രക്ഷാപദ്ധതി വിശ്വസിക്കുന്നവർക്ക് മാത്രം. അതുകൊണ്ടാണ് ഞാൻ വിശ്വാസികളുടെ പാപത്തിൻ്റെ ന്യായവിധി അവിടെ കാണാൻ കഴിയുമെന്ന് പറഞ്ഞു. രണ്ടാമതായി, ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അപാകതകൾക്ക് എബ്രായ ലേഖകൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ബാലശിക്ഷയുണ്ട്. അതൊരു ന്യായവിധിയാണല്ലോ. എബ്രായ ലേഖനം 12-ാമത്തെ അധ്യായത്തിൻ്റെ 5 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ കാണാൻ കഴിയും. അത് വിശ്വാസികളുടെ നീതീകരണത്തിനും അവരുടെ ആത്മീകമായ വർധനവിനും വേണ്ടിയാണ് എന്നുള്ളത് ഓർക്കണം. അവരുടെ വിശുദ്ധി വർദ്ധിച്ചു വരേണ്ടതിന്, അവരുടെ സൽഗുണങ്ങൾ പ്രത്യക്ഷമായി വെളിച്ചത്തിൽ വരേണ്ടതിന് അവരെ ശിക്ഷിച്ച് വളർത്തുന്നു. മൂന്നാമതായി, വിശ്വാസികൾ ഈ ലോകത്തിൽ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികൾക്കും ഒരിക്കൽ ന്യായവിധിയുണ്ട്. അത് ശിക്ഷ വിധിക്കുവാനുള്ള ന്യായവിധിയല്ല, പ്രതിഫലം നൽകാനുള്ളൊരു ന്യായവിധിയാണ്. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകലും തീയതാകലും അതിന് തക്കവണ്ണം പ്രതിഫലം വാങ്ങേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുയേശുവിൻ്റെ ന്യായാസനത്തിൻ്റെ മുമ്പാകെ നിൽക്കേണ്ടതാകുന്നു. 2 കൊരിന്ത്യർ 5:10. ഇത് മാത്രമല്ല, നാലാമതായി, ദൈവജനത്തിന്, അതായത് ഇസ്രായേലിന് ഒരു ന്യായവിധി വെച്ചിരിക്കുന്നു. മെസ്സിഹായെ തള്ളിക്കളഞ്ഞപ്പോൾ അതിനൊരു അനന്തരഫലമുണ്ടല്ലോ. അതിൻ്റെ പാരമ്യം കാണാൻ പോകുന്നത് യിരെമ്യാ പ്രവാചകൻ്റെ ഭാഷയിൽ യാക്കോബിൻ്റെ കഷ്ടകാലത്താണ്. അപ്പോൾ അങ്ങനെ ഒരു ന്യായവിധി ഉണ്ടാകും എന്ന് നമുക്ക് കാണാൻ കഴിയും. സെക്കറിയ പ്രവചനം 12-ാമത്തെ അധ്യായത്തിലും പ്രവാചകൻ അതിനെക്കുറിച്ച് സൂചിപ്പിച്ചിട്ടുണ്ട്. വിജാതികൾക്ക്, അതായത് നേഷൻസിന് ഒരു ന്യായവിധിയുണ്ട്. മത്തായിയുടെ സുവിശേഷം 25-ാമത്തെ അധ്യായത്തിൻ്റെ 31 മുതലുള്ള വാക്യങ്ങളിൽ അത് കാണാൻ കഴിയും.
തൻ്റെ ജനത്തോട് അവർ എങ്ങനെ പ്രതികരിച്ചു എന്നതിൻ്റെ വെളിച്ചത്തിൽ, തൻ്റെ സഹോദരന്മാരോട് എങ്ങനെ പ്രതികരിച്ചു, എങ്ങനെ ഇടപെട്ടു എന്നുള്ളതിൻ്റെ വെളിച്ചത്തിൽ ഒരു ന്യായവിധി വച്ചിട്ടുണ്ട്. ദൂതന്മാർക്ക് ന്യായവിധി ഉണ്ട് എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. പാപം ചെയ്ത ദൂതന്മാർക്ക് അവരെ ഇന്ന് നരകത്തിലാക്കിയിരിക്കുകയാണ്, അന്ധതമസിൻ്റെ ചങ്ങലയിട്ട്. അങ്ങനെയാണ് 2 പത്രോസ് 2:4 വായിക്കുന്നത്. എന്തിനാണ് അങ്ങനെ ഇട്ടിരിക്കുന്നത്? ന്യായവിധിക്ക് വേണ്ടി അവരെ വെച്ചിരിക്കുന്നു. എന്നാൽ വെളിപ്പാട് പുസ്തകം 20-ാമത്തെ അധ്യായത്തിൻ്റെ 11 മുതലുള്ള വാക്യത്തിൽ ഒരു വെള്ളസിംഹാസനത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതൊരു അന്ത്യ ന്യായവിധിയാണ്. 1000 ആണ്ട് വാഴ്ചയ്ക്ക് ശേഷം നടക്കുന്നൊരു സംഭവമാണ്. 1000 ആണ്ടിന് മുമ്പ് 1-ാമത്തെ പുനരുത്ഥാനത്തിൽ വിശുദ്ധന്മാർ കർത്താവിനോടുകൂടെ ചേർക്കപ്പെട്ടു, പുതിയ ശരീരത്തോടുകൂടെ 1000 ആണ്ട് കർത്താവിനോടുകൂടെ വാണു. എന്നാൽ യേശു കർത്താവിൻ്റെ രക്ഷാപദ്ധതിയിൽ വന്നു ചേരാത്ത ആളുകൾ 1-ാം പുനരുത്ഥാനത്തിൽ പങ്കുള്ളവരല്ല. 1000 ആണ്ടിന് ശേഷം അവർ ഉയർത്തെഴുന്നേറ്റ് വരുന്നു. എന്തിനു വേണ്ടി? ന്യായവിധിക്കായി. അതാണ് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. വെളിപ്പാട് പുസ്തകം 20-ാമത്തെ അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ ഞാൻ വലിയൊരു വെള്ളസിംഹാസനവും അതിലൊരുത്തനും ഇരിക്കുന്നത് കണ്ടു. അവൻ്റെ സന്നിധിയിൽ നിന്ന് ഭൂമിയും ആകാശവും ഓടിപ്പോയി. ശ്രദ്ധേയമായ വാക്കുകളാണ്. ഒരു സിംഹാസനം, വലിയ സിംഹാസനം, വെള്ളസിംഹാസനം, എല്ലാറ്റിനും അർത്ഥമുണ്ട്. അധികാരിയായവൻ അതിലിരിക്കുന്നു, അതാണല്ലോ സിംഹാസനം. വലിയ സിംഹാസനം, ലോകത്തിൽ മുമ്പുണ്ടായിട്ടുള്ള എല്ലാ സിംഹാസനങ്ങളെക്കാളും ഉന്നതമായ സിംഹാസനം. 3, വെള്ളസിംഹാസനം, നീതിയോടെ ന്യായത്തോടെ വിധിക്കുന്ന ഒരു സിംഹാസനം. അവിടെ ഒരുത്തനിരിക്കുന്നത് കണ്ടു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ന്യായം വിധിക്കുന്നവനായ ദൈവം. തിരുവചനം പഠിക്കുമ്പോൾ ദൈവം ന്യായം വിധിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ന്യായവിധിയെല്ലാം പുത്രനെ ഏൽപ്പിച്ചു എന്ന് യേശു കർത്താവും പറഞ്ഞിട്ടുണ്ട്. ഇതൊരു വൈരുദ്ധ്യമാണോ? അല്ല. ആ സിംഹാസനത്തിൽ പിതാവായ ദൈവം തൻ്റെ പുത്രനിൽ കൂടെ ന്യായവിധി നടത്തുകയാണ്. ഈ വാക്യം ശ്രദ്ധിക്കുക. അപ്പോസ്തലപ്രവൃത്തി 17:31. താൻ നിയമിച്ച പുരുഷൻ മുഖാന്തരം ലോകത്തെ നീതിയോടെ ന്യായം വിധിപ്പാൻ ദൈവം ഒരു ദിവസം നിശ്ചയിച്ചിരിക്കുന്നു. താൻ നിയമിച്ച പുരുഷൻ മുഖാന്തരം. അപ്പോൾ താൻ നിയമിച്ചതാണ്. ന്യായവിധി നടത്തുന്നത് കർത്താവുമാണ്. അപ്പോൾ ദൈവം പുത്രനിൽ കൂടെ. റോമർ 2:16 ഇപ്രകാരം നാം വായിക്കുന്നു: ദൈവം യേശുക്രിസ്തു മുഖാന്തരം മനുഷ്യരുടെ രഹസ്യങ്ങളെ എൻ്റെ സുവിശേഷപ്രകാരം ന്യായം വിധിക്കുന്ന നാളിൽ. അപ്പോൾ സിംഹാസനത്തിൽ ഒരുത്തൻ, വലിയവനായ ദൈവം അവിടെ സിംഹാസനത്തിനായിരിക്കുന്നു. അവിടെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്: ആകാശവും ഭൂമിയും ഓടിപ്പോയി. അത്ര ശക്തനും അധികാരമുള്ളവനായ ഭയങ്കരനായ ദൈവം. ഈ സിംഹാസനത്തിലേക്ക് നോക്കുമ്പോൾ വെളിപ്പാട് പുസ്തകം 4-5 അധ്യായത്തിലുള്ള സിംഹാസനത്തിൽ നിന്നും വ്യത്യസ്തമാണ്. 4-ാമത്തെ അധ്യായത്തിലുള്ള സിംഹാസനത്തിന് ചുറ്റും ഒരു മഴവില്ല്. നോഹയുടെ കാലത്ത് മഴവില്ല് പ്രത്യക്ഷപ്പെട്ടപ്പോൾ അത് മനുഷ്യജാതിയോടുള്ള കൃപ, കരുണയുടെ ഒരടയാളമായിട്ടാണ്. എന്നാൽ ഈ വെള്ളസിംഹാസനത്തിന് ചുറ്റും ഒരു മഴവില്ലുമില്ല. കൃപയും കരുണയും ഒന്നും അവിടെ കാണുകയില്ല. അതുമാത്രമല്ല, ഈ സിംഹാസനത്തിൻ്റെ ചുറ്റും മിന്നലും നാദവും ഇടിമുഴക്കവും ഒന്നുമില്ല. വെളിപ്പാട് പുസ്തകം 5-ാമത്തെ അധ്യായത്തിൽ അത് കാണാൻ കഴിയും.
അതായത് മുന്നറിയിപ്പുകളൊന്നുമില്ല, വാർണിങ്സ് ഒന്നും ഇവിടെയില്ല. വെളിപ്പാട് പുസ്തകം 4-5 അധ്യായത്തിലുള്ള സിംഹാസനത്തിൻ്റെ മുമ്പാകെ ആരാധനയുണ്ട്. 7-ാമത്തെ അധ്യായത്തിൽ അത് കാണാൻ കഴിയും. എന്നാൽ ഈ സിംഹാസനത്തിന് മുമ്പാകെ ആരാധിക്കുന്ന സമൂഹമൊന്നുമില്ല. അതുമാത്രമല്ല, 4-5 അധ്യായത്തിൽ കാണുന്ന സിംഹാസനത്തിന് ചുറ്റും നിൽക്കുന്ന മൂപ്പന്മാരുടെ കയ്യിൽ ധൂപകലശം. പ്രാർത്ഥനയുടെ അന്തരീക്ഷം. ഇവിടെ പ്രാർത്ഥനയോ മധ്യസ്ഥതയോ ഒന്നും ഇവിടെ ഇല്ല. സിംഹാസനത്തിൽ ഒരുത്തനിരിക്കുന്നു, ഭയങ്കരനായ ദൈവം, ന്യായാധിപനായ ദൈവം. അവൻ ന്യായവിധി നടത്തുന്നു. ഇനിയും ആരെയാണ് വിധിക്കുന്നത്? മരിച്ചവർ ആബാലവൃദ്ധം എഴുന്നേറ്റ് വന്നു. എൻ്റെ അർത്ഥം, ഒന്നാം പുനരുത്ഥാനത്തിൽ പങ്കില്ലാതെ മരിച്ചവരായിരിക്കുന്ന ഏവരെയും വിളിച്ചു ചേർക്കുന്നു. ഒന്നാം പുനരുത്ഥാനത്തിന് ശേഷം ഉണ്ടായിരുന്ന ആളുകൾ 1000 ആണ്ടോളം ജീവിച്ചില്ല എന്ന് വെളിപ്പാട് പുസ്തകം 20-ാമത്തെ അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ നാം കാണും. എന്നാൽ ഈ സിംഹാസനം സ്ഥാപിച്ചതിന് ശേഷം 20-ാമത്തെ അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ സമുദ്രം തന്നിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. മരണവും പാതാളവും തങ്ങളിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. അപ്പോൾ ന്യായാധിപൻ വിളിക്കുമ്പോൾ സമുദ്രം മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. മരണവും പാതാളവും ആ വിളിയുടെ മുമ്പിൽ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. ആ വിളിയുടെ ശക്തി എത്ര വലുതാണ്! ഏദൻ തോട്ടത്തിൽ ആ ചരിത്രം നാം പരിശോധിച്ച് നോക്കുമ്പോൾ, പാപം ചെയ്തതിന് ശേഷം ഓടിപ്പോയി ഒളിച്ച ആദാമിനെയും ഹവ്വായെയും ദൈവം വിളിച്ച് അടുപ്പിക്കുന്നു. വിളിച്ച് അവരെ തൻ്റെ മുമ്പിൽ കൊണ്ടുവരികയാണ്. ആദാമേ, നീ എവിടെ? അപ്പോൾ വിളിച്ച് ന്യായവിധിക്കായി അടുപ്പിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ആഖാൻ പാപം ചെയ്തു, ആരും അറിഞ്ഞില്ല. എങ്കിലും ദൈവം അവനെ വെളിച്ചത്ത് കൊണ്ടുവന്നു, ന്യായം വിധിച്ചു. ഈ ലോകത്തിലെ കോടതികളുടെ നോട്ടീസുകൾ ഒഴിഞ്ഞു പോകാൻ വളരെ പ്രയാസമാണ്. എന്നാൽ ചില പ്രത്യേക സമ്മർദ്ദങ്ങളുടെ മുമ്പിൽ ഒഴിഞ്ഞു പോകുന്നവരും ഒക്കെ ഉണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ വിളിയുടെ മുമ്പിൽ ആ ന്യായവിസ്താര ദിവസത്തിൽ ആർക്കും ഒഴിഞ്ഞു പോകാൻ കഴിയുകയില്ല. ആ ബാലവൃദ്ധം അവിടെ എത്തിച്ചേരും. അതുമാത്രമല്ല, അവിടുത്തെ ന്യായവിധിയുടെ പ്രത്യേകത ശ്രദ്ധിക്കുക. ഓരോരുത്തൻ, അങ്ങനെയാണ് 20-ാമത്തെ അധ്യായം നാം വായിക്കുമ്പോൾ കാണുന്നത്. സിംഹാസനത്തിൻ്റെ മുമ്പിൽ ഓരോരുത്തൻ, ഈച്ച് വൺ. കൂട്ടത്തിൽ നിന്ന് രക്ഷപ്പെടാനൊക്കത്തില്ല. വേറൊരുവനിൽ മറഞ്ഞു നിന്ന് നമുക്ക് രക്ഷപ്പെടാനൊക്കത്തില്ല. ഓരോരുത്തൻ ദൈവത്തെ അഭിമുഖീകരിച്ചേ സാധ്യമാകും. 2, പുസ്തകങ്ങൾ തുറന്നു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. പുസ്തകങ്ങളിൽ എഴുതിയതിന് ഒത്തവണ്ണം അവരുടെ പ്രവൃത്തികൾക്ക് ന്യായവിധി ഉണ്ടായി എന്ന് നാം കാണുന്നു. അപ്പോൾ ഒരു സ്റ്റാൻഡേർഡ്, അതായത് ഒരു അളവുകോൽ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ ന്യായവിധിക്ക് നിശ്ചയമായും ഒരു പെർഫെക്റ്റായിട്ടുള്ള അളവുകോലുണ്ട്. യേശു കർത്താവ് പറഞ്ഞു, ഞാൻ സംസാരിച്ച വചനം തന്നെ നിങ്ങളെ ന്യായം വിധിക്കും. ദൈവത്തിൻ്റെ വചനപ്രകാരം യോഹന്നാൻ 12:46 നാം കാണും, 48 കാണാൻ കഴിയും. അതുമാത്രമല്ല, പുസ്തകങ്ങൾ എന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിൽ നിന്ന് മറച്ചു വെക്കാൻ ഒന്നും ഒക്കത്തില്ല. അവൻ്റെ അറിവിൻ്റെ പരിധിയിലെല്ലാം വരും. അതുകൊണ്ടാണ് യേശു കർത്താവ് പറഞ്ഞത്, നമ്മൾ പറയുന്ന ഓരോ വാക്കിനും ഒരു ദിവസം ന്യായം വിധിക്കുന്ന
സമയമുണ്ട് എന്നുള്ളത് ഓർത്തു കൊള്ളണം. എന്നാൽ ഇവിടെ വ്യക്തമായി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. അപ്പോൾ ന്യായം വിധിക്കുന്നതിൻ്റെ അടിസ്ഥാനം ജീവപുസ്തകത്തിൽ പേരെഴുതി കാണുക എന്നുള്ളതാണ്. അതായത് ക്രിസ്തുവിൻ്റെ രക്ഷാപദ്ധതിയിൽ വിശ്വസിച്ച് പുതുജീവൻ പ്രാപിച്ച് രക്ഷിക്കപ്പെട്ട ഗണത്തിൽ വന്നു ചേരുക. ശിഷ്യന്മാരൊരിക്കൽ ആത്മീക ശുശ്രൂഷയിൽ പങ്കെടുത്തതിന് ശേഷം മടങ്ങി വരുമ്പോൾ വളരെ സന്തോഷിച്ചാണ്. കാരണം അവർ പറയുമ്പോൾ ഭൂതങ്ങൾ പുറത്താകുന്നു, അവരുടെ വാക്കുകൾക്ക് അനുസരിച്ച് രോഗികൾ സൗഖ്യമാകുന്നു. വലിയ സന്തോഷം. ഈ കർത്താവ് പറഞ്ഞ അതിലല്ല നിങ്ങൾ സന്തോഷിക്കേണ്ടത്. നിങ്ങളുടെ പേർ ജീവൻ്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു എന്നതിൽ നിങ്ങൾ സന്തോഷിക്കണം. അപ്പോൾ നിത്യതയിൽ നമ്മെ അളക്കുന്നത് ഈ അളവുകോലിനനുസരിച്ചാണ്. ജീവൻ്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടുന്നു. അപ്പോൾ ആ കൂട്ടത്തിൽ അല്ലാത്ത ഏവരെയും കുറിച്ച് കർത്താവിന് പറയാൻ ഒരു വാക്കേ ഉള്ളൂ: ഞാൻ നിങ്ങളെ അറിയുന്നില്ല. ഈ കർത്താവ് തന്നെ പറഞ്ഞു, ചിലരൊക്കെ ആ നാളിൽ എന്നോട് പറയും, കർത്താവേ, നിൻ്റെ നാമത്തിൽ പ്രവചിച്ചു, നിൻ്റെ നാമത്തിൽ രോഗികളെ സൗഖ്യമാക്കി. എന്നാൽ കർത്താവ് പറയും, അതൊക്കെ നിങ്ങൾ ചെയ്തു, എന്നാൽ ഞാൻ നിങ്ങളെ അറിയുന്നില്ല. അപ്പോൾ ന്യായവിധിയിൽ അതിപ്രധാനപ്പെട്ട വിഷയം ജീവപുസ്തകത്തിൽ പേര് കാണുക എന്നുള്ളതാണ്. ഇന്ന് കർത്താവിങ്കിലേക്ക് വരാനും പേരെഴുതി ചേർക്കപ്പെടാനും അവസരമുണ്ട്. ന്യായവിധി ദിവസത്തിൽ ചേർക്കപ്പെടുവാൻ സാധ്യമല്ല. ആ പേരിൽ അന്ന് അവിടെ കാണപ്പെടുന്നില്ലെങ്കിൽ അവരെ തീപ്പൊയ്കയിൽ തള്ളിയിടും. പുസ്തകത്തിൽ പേരില്ലെങ്കിൽ തീപ്പൊയ്കയിൽ തള്ളിയിടും. ഇങ്ങനെയുള്ള വാക്കുകൾ കേൾക്കുമ്പോൾ ചിന്തിക്കും, ദൈവം മനുഷ്യനെ നിത്യനാശത്തിലേക്ക് തള്ളിവിടുകയാണോ? അതിനെക്കുറിച്ച് ചിന്തകനായ C.S. ലൂയിസ് ഇപ്രകാരം പറഞ്ഞു: മനുഷ്യനെക്കുറിച്ച് ദൈവത്തിൻ്റെ താല്പര്യം ദൈവത്തിൻ്റെ ഇഷ്ടം അനുസരിക്കണമെന്നുള്ളതാണ്. അതാണല്ലോ ദൈവത്തിൻ്റെ നല്ല പുത്രൻ പറഞ്ഞത്, പിതാവേ, എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം. എന്നാൽ ലോകത്തിൽ മനുഷ്യൻ ജീവിക്കുമ്പോൾ അവർ സാധാരണ പറയുന്നൊരു കാര്യമാണ്: ദൈവമേ, അങ്ങയുടെ ഇഷ്ടം എനിക്ക് വേണ്ട, എൻ്റെ ഇഷ്ടം മതി. അത് തിരുത്തുവാനായി അവസരം ദൈവം പലപ്പോഴും ഒരുക്കും. മുന്നറിയിപ്പുകൾ, അതിനുള്ള ആലോചനകൾ ഒക്കെ ദൈവം കൊടുക്കും. എന്നാൽ നിരന്തരം എൻ്റെ ഇഷ്ടം മതി, എൻ്റെ ഇഷ്ടം മതി, ദൈവേഷ്ടം വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ അവസാനമായി ദൈവം പറയുന്ന ഒന്നേ ഉള്ളൂ: അങ്ങനെയാണ് നീ പറയുന്നതെങ്കിൽ അങ്ങനെ തന്നെ ആകട്ടെ. അതുകൊണ്ട് ദൈവം ന്യായം വിധിച്ച നിത്യനാശത്തിലേക്ക് വിടുകയല്ല. വ്യക്തികളായി നാം എടുക്കുന്ന തീരുമാനം അതിലേക്ക് നയിക്കപ്പെടുകയാണ്. ഇന്ന് ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഒരു ദിവസം നാം അഭിമുഖീകരിക്കേണ്ട സമയമുണ്ട് എന്നുള്ളത്, ദൈവത്തെ അഭിമുഖീകരിക്കേണ്ട സമയമുണ്ട് എന്നുള്ളത് ഓർക്കണം. ജീവൻ്റെ പുസ്തകത്തിൽ പേരെഴുതി ചേർക്കപ്പെട്ടാൽ നാം ഭദ്രതയുള്ളവരാണ്. ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയില്ല. എത്ര സന്തോഷം! ഈ കാടുകളിൽ തീ പിടിക്കുമ്പോൾ ചിലപ്പോൾ ഈ കാടുകളെ സംരക്ഷിക്കുന്ന സേന, ഫോറസ്റ്റ് ഓഫീസേഴ്സ് ചിലപ്പോൾ ഈ കാട്ടുതീക്കുള്ളിലായി പോകും. അവർ നോക്കുമ്പോൾ 4 ചുറ്റും കാട് കത്തുന്നു. അങ്ങനെ വരുമ്പോൾ അവർ ചെയ്യുന്നൊരു കാര്യമുണ്ട്. ദൂരത്ത് നിന്ന് 4 ചുറ്റും കാട് കത്തി വരികയാണ്. അപ്പോൾ അവരൊരു 10-200 മീറ്റർ ചുറ്റളവിലുള്ള മരങ്ങളെല്ലാം പെട്ടെന്ന് മുറിച്ചിടും. അതിന് തീ അങ്ങ് കൊളുത്തും. അല്പം കഴിയുമ്പോൾ ഇത് തീ പിടിച്ച് കെടും. ചുറ്റുപാടും കത്തുന്ന തീ പടർന്ന് ഈ സ്ഥലത്തേക്ക് വരുമ്പോഴേക്കും ഇവിടുത്തെ തീ കെട്ട് കഴിഞ്ഞു. അപ്പോൾ ഫോറസ്റ്റ് ഓഫീസേഴ്സ്
അതിലേക്ക് കയറി അവിടെ അങ്ങ് നിൽക്കും. കാരണം തീ കത്തിക്കഴിഞ്ഞ സ്ഥലത്ത് ഇനിയും തീ കത്താൻ സാധ്യമല്ല. ഇതാണ് ക്രിസ്തു യേശുവിലെ രക്ഷ. ദൈവത്തിൻ്റെ കോപാഗ്നി തൻ്റെ പുത്രനിൽ വീണ കാൽവറി ക്രൂസിൽ അഭയം ചൊല്ലിയ ഒരു ദൈവ പൈതലിന് ഇനിയും ശിക്ഷാവിധിയില്ല. കാരണം തീ കത്തിക്കഴിഞ്ഞു, അവിടെ കത്താൻ സാധ്യതയില്ല. എത്ര അനുഗ്രഹിക്കപ്പെട്ട അനുഭവമാകുന്നു. അവൻ്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷമോ അവനാൽ എത്രയധികമായി നാം കോപത്തിൽ നിന്ന് രക്ഷപ്പെടും. അതുകൊണ്ടാണ് തെസ്സലോനിക്ക ലേഖനത്തിൽ അപ്പോസ്തലൻ പറഞ്ഞ്, നമ്മെ കോപത്തിനല്ല ദൈവം വിളിച്ചിരിക്കുന്നത്, നമ്മെ രക്ഷിക്കപ്പെടുവാനായിട്ടാണ്. ആ ഭദ്രത അനുഭവിക്കുന്ന ദൈവമക്കൾക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഭാവനയിൽ നിന്ന് ഞാനൊരു ചിന്ത പറയട്ടെ. വെള്ളസിംഹാസനത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്ന വലിയൊരു പുരുഷാരം. നാം ആ സ്ഥലത്തെ എവിടെയായിരിക്കുമെന്ന് അറിഞ്ഞുകൂടാ. എങ്കിലും ഉയർത്തെഴുന്നേറ്റ അനുഭവത്തിൽ ജീവിക്കുന്ന വിശ്വാസികൾ അന്ന് ദൈവത്തോടു കൂടെയാണല്ലോ. ആ വലിയ കൂട്ടത്തിൽ ഒരാൾ നമ്മുടെ നേരെ വിരൽ ചൂണ്ടി, ഇത്രയും നാൾ നീ എന്നോടുകൂടെ ജീവിച്ചില്ലല്ലോ ഭൂമിയിൽ, ഒരു പ്രാവശ്യം പോലും ഇങ്ങനെ ഉള്ള ഒരു ന്യായവിധി ഉണ്ടെന്നും അതിൽ നിന്ന് ഒരു വിടുതലുണ്ടെന്നും നീ പറഞ്ഞില്ലല്ലോ എന്ന് പറയാൻ ഇട കൊടുക്കരുത്. അതുകൊണ്ട് കർത്താവിൽ രക്ഷയുടെ അനുഭവത്തിലേക്ക് വരാനും ജീവൻ്റെ പുസ്തകത്തിൽ പേര് ചേർക്കപ്പെടാനും ദൈവം അനുവദിച്ചെങ്കിൽ സ്തോത്രം. എന്നാൽ ഇതറിയാത്ത അനേകരോട് നാം പറയണം, അല്ലെങ്കിൽ രക്തപ്പഴി നമ്മുടെ മേൽ കിടക്കും. അപ്പോൾ ഭദ്രത ദൈവം തന്നതോർത്ത് സ്തോത്രം ചെയ്ത് ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കുന്നതോടൊപ്പം ഈ രക്ഷയെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി ജീവിപ്പാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. മറ്റാരെക്കാളിലും മാറാത്ത വാഗ്ദത്തം എൻ പേർക്കായി നൽകിയും ആശ്ചര്യമായതും എൻ നിന്ന മാറ്റിയും എൻ കണ്ണാൽ കാണിച്ചും എൻ തല ഉയർത്തിയും ജയത്തോടെ നടത്തിയും മറ്റാരെക്കാളിലും മാറാത്ത വാഗ്ദത്തം എൻ പേർക്കായി നൽകിയും ആശ്ചര്യമായതും എൻ നിന്ന മാറ്റിയും എൻ കണ്ണാൽ കാണിച്ചും എൻ തല ഉയർത്തിയും ജയത്തോടെ നടത്തിയും യേശുവേ മാറാത്ത മിത്രമേ, യേശുവേ എന്നുയിരിന്നുയിരാണേ, യേശുവേ മാറാത്ത മിത്രമേ, യേശുവേ എന്നുയിരിന്നുയിരാണേ. ഞാനൊരുവാകും മുൻപേ എന്നെ കണ്ടു, ആ ഉള്ളം കരത്തിൽ എന്നെ വരച്ചു. ഞാനൊരുവാകും മുൻപേ എന്നെ കണ്ടു, ആ ഉള്ളം കരത്തിൽ എന്നെ വരച്ചു. ഉള്ളതുപോലറിഞ്ഞിടും ഉള്ളം കയ്യാൽ താങ്ങിടും ഉന്നതന ഉടയവനേ. ഉള്ളതുപോലറിഞ്ഞിടും ഉള്ളം കയ്യാൽ താങ്ങിടും
ഉന്നതന ഉടയവനേ. യേശുവേ മാറാത്ത മിത്രമേ, യേശുവേ എന്നുയിരിന്നുയിരാണേ. യേശുവേ മാറാത്ത മിത്രമേ, യേശുവേ എന്നുയിരിന്നുയിരാണേ. എൻ്റെ ഉപനിധിയെ, എൻ്റെ ഓഹരിയെ, അങ്ങൻ്റെ നിക്ഷേപമേ, എൻ്റെ ആശ്രയമേ, എൻ്റെ മറവിടമേ, എന്നെന്നും സങ്കേതമേ. എൻ്റെ ഉപനിധിയെ, എൻ്റെ ഓഹരിയെ, അങ്ങൻ്റെ നിക്ഷേപമേ, എൻ്റെ ആശ്രയമേ, എൻ്റെ മറവിടമേ, എന്നെന്നും സങ്കേതമേ. മാറിൽ ചാരിടാ എല്ലാം പറയാ, വിശ്വസ്തനവൻ വീരനാണവൻ. മാർവിൽ ചാരിടാ എല്ലാം പറയാ, വിശ്വസ്തനവൻ വീരനാണവൻ. ഹോസാന 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 ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. വീണ്ടും ഒരിക്കൽ കൂടി നിങ്ങളുടെ മുൻപിൽ ഒരു പഠനമായി വരുവാൻ സഹായിച്ച പിതാവാൻ ദൈവത്തിനും ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഏതൊരു വേദാധ്യാപകനും പഠിപ്പിക്കുവാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള സഭകളിലോ പള്ളികളിലോ കൺവെൻഷൻ പന്തലുകളിലോ ഏറ്റവും കുറച്ച് മാത്രം പഠിപ്പിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു വിഷയമാണല്ലോ നരകം എന്നുള്ളത്. പാപം അല്ലെങ്കിൽ കുറ്റം അത് ക്ഷമിക്കപ്പെടണം, പരിഹരിക്കപ്പെടണം, അതിൻ്റെ പ്രായശ്ചിത്തം നടന്നിരിക്കണം, അല്ലെങ്കിൽ നിശ്ചയമായും ശിക്ഷിക്കപ്പെടണം. ലോകം ഈ നിയമമാണ് പിന്തുടരുന്നത്. കാരണം ഈ നിയമം ഒരു ദൈവിക നിയമമാണ്. നമുക്ക് സാത്താൻ്റെ ചില തന്ത്രങ്ങളൊന്ന് നോക്കാം. ഒന്നാമതായി, പാപം എന്നതൊരു മാനുഷിക വൈകല്യമാണെന്നത്. പിടിക്കപ്പെട്ടാൽ നിയമം ഒരു ശിക്ഷ അതിന് ഈ ജീവിതത്തിൽ തന്നെ കൊടുക്കുമെന്നും വൈകല്യങ്ങൾക്കും ദൗർബല്യങ്ങൾക്കും അല്ലെങ്കിൽ ബലഹീനതകൾക്കും അതികഠിനമായ ശിക്ഷ നൽകുന്നത് നീതിയല്ല എന്നും ചിന്തിക്കാൻ സാത്താൻ മനുഷ്യരെ പ്രേരിപ്പിക്കും. വീണ്ടും നരകം എന്നതൊരു യഥാർത്ഥ സ്ഥലമല്ല എന്നും പാപത്തെ ഭയക്കുവാനും ഒരു നല്ല ജീവിതം നയിക്കുവാനും പ്രതീകാത്മകമായി വിവരിച്ചിരിക്കുന്ന ഒന്നാണെന്നും വിശ്വസിപ്പിക്കാൻ ശ്രമിക്കും. വീണ്ടും ഒരു നരകമുണ്ടെങ്കിൽ തന്നെ അതൊരു നിത്യനരകമല്ലെന്നും അതൊരു അഗ്നിനരകമല്ലെന്നും തീയിൽ വീഴുന്നത് അല്പസമയത്തിന് ശേഷം കത്തിച്ചാമ്പലായി ഇല്ലാതെയാകുന്നത് പോലെ എന്നേക്കുമായി ഇല്ലാതെയാകുന്നതൊന്നുമാണെന്നും ചിലപ്പോൾ പഠിപ്പിക്കും. മാത്രമല്ല, നരകത്തി
ഒരു ശുദ്ധീകരണ വസ്തുവാണ് എന്നും പാപത്തിൻ്റെ കാഠിന്യമനുസരിച്ച് ശുദ്ധീകരിക്കപ്പെട്ടവരായി സ്വർഗപ്രവേശനം സാധ്യമാകുമെന്നുള്ള മാനുഷിക യുക്തിയും നമ്മെ ശരിയെന്ന് പഠിപ്പിക്കും. അവസാനമായി സ്നേഹവാനായ ദൈവം അവസാനത്തിങ്കൽ തൻ്റെ മനസ്സ് മാറ്റുകയും മനുഷ്യരാശിക്കൊന്നാകെ പൊതുവായ ഒരു രക്ഷ നൽകുമെന്നും ആശിക്കും. ഇതെല്ലാം സാത്താൻ്റെ തന്ത്രങ്ങളാണ്. ഇങ്ങനെയെല്ലാം മനുഷ്യൻ വിശ്വസിക്കാൻ, ഈ ബോധ്യങ്ങളിലൂടെ മനുഷ്യനെ നടക്കുവാനായിട്ട് അവൻ പ്രേരിപ്പിക്കും. അതിന് വേണ്ടുന്ന അതിന് അല്പം ബലം കൊടുക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള വചനങ്ങളൊക്കെ കണ്ടുപിടിച്ചുകൊണ്ട് വരും. എങ്ങനെയെങ്കിലും നരക ശിക്ഷയിൽ നിന്ന് ഒരു വിടുതൽ വേണമെന്ന് ആഗ്രഹിക്കുകയും അങ്ങനെ പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന അനേക ആളുകൾ ആ കെണിയിൽ വീണു പോകുകയും അങ്ങനെ ദൈവം നിശ്ചയിച്ച, ദൈവം തീരുമാനിച്ച, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഹൃദയത്തിൽ ആദ്യകാലം മുതലുള്ള ആ വലിയ ശിക്ഷയെ ലഘൂകരിച്ച് കാണുവാൻ, അതിൽ വെള്ളം ചേർക്കുവാനായിട്ട് പലപ്പോഴും സാത്താൻ്റെ പ്രേരണയാൽ മനുഷ്യൻ പ്രേരിതനാകുകയും ചെയ്യും. ദൈവമക്കളെ, ഇങ്ങനെ ആകണമെന്നൊക്കെയാണ് തീവ്ര വിശ്വാസികൾ പോലും ആഗ്രഹിക്കുന്നത്. എന്തുകൊണ്ടാണ്? ക്രിസ്തുവിനെ കൂടാതെ മരിച്ചുപോയ തങ്ങളുടെ അനേക പ്രിയപ്പെട്ട ആളുകളുണ്ട്. അവരെ പറ്റിയുള്ള ഓർമ്മകൾ വരുമ്പോൾ ആർക്കായാലും കഠിനമായ വേദനകൾ വരികയും ഈ വരുന്ന ശിക്ഷകളെല്ലാം അക്ഷരാർത്ഥത്തിൽ സംഭവിച്ചാൽ അവർക്കുണ്ടാകുന്ന അതികഠിനമായ ആ ദണ്ഡനത്തെപ്പറ്റി ഓർത്ത് മനസ്സിൽ വിഷമിക്കുകയോ ചെയ്യുന്നവർക്ക് ഇത്തരം ചില ചിന്തകളോ ചില പഠിപ്പിക്കലോ മനസ്സിനൊരു കുളിർമയേകുന്ന ഒരു സംഗതിയാണ്. എന്നാൽ യഥാർത്ഥം എന്താണ്? നമുക്കറിയാം, ദൈവം സ്നേഹവാനായ ഒരു പിതാവാണ്, എന്നാൽ നീതിമാനായ ഒരു ന്യായാധിപതിയുമാണ്. റോമാലേഖനം 3-ാം അധ്യായത്തിൻ്റെ 25-ഉം 26-ഉം വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണാം, വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ദൈവം തൻ്റെ പൊറുമയിൽ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുക നിമിത്തം തൻ്റെ നീതിയെ പ്രദർശിപ്പിക്കാൻ. അപ്പോൾ ദൈവം എങ്ങനെയാണ് തൻ്റെ നീതിയെ പ്രദർശിപ്പിക്കുന്നത്? മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുമ്പോൾ ദൈവത്തിന് തൻ്റെ നീതിയെ പ്രദർശിപ്പിക്കാനായിട്ട് ദൈവം എന്താ ചെയ്തത്? താൻ നീതിമാനും യേശുവിൽ വിശ്വസിക്കുന്നവരെ നീതീകരിക്കുന്നതിനും ആകേണ്ടതിന് ഇക്കാലത്ത് തൻ്റെ നീതിയെ പ്രദർശിപ്പിക്കാൻ തന്നെ അങ്ങനെ ചെയ്തു. എന്ത് ചെയ്തു? കർത്താവ് യേശുക്രിസ്തുവിനെ ഒരു പരസ്യ കാഴ്ചയായി നിർത്തി. ദൈവം തൻ്റെ സ്നേഹം മാത്രമല്ല, ദൈവം തൻ്റെ നീതിയും വെളിവാക്കിയ ഒരു വലിയൊരു ചിത്രമാണ് നാം കാൽവറി ക്രൂശിൽ കാണുന്നത്. വീണുപോയവനെ ദൈവം സ്നേഹിക്കുന്നത് അവനോട് ക്ഷമിക്കുക മാത്രം ചെയ്തുകൊണ്ടല്ല, മറിച്ച് അവനൊരു രക്ഷാമാർഗം ഒരുക്കിക്കൊണ്ടാണ്. മനുഷ്യൻ വീണുപോയവനാണ്, അവനെ രക്ഷിക്കുക, അതിനു വേണ്ടിയിട്ട് ദൈവം അവനെ സ്നേഹിക്കുക മാത്രമല്ല ചെയ്യേണ്ടത്, ആ വീഴ്ചയിൽ നിന്ന് അവനെ കരയേറ്റുവാൻ അവനൊരു രക്ഷ, അവൻ അതിൽ നിന്ന് കരയേറുവാൻ അവൻ രക്ഷാമാർഗം ഒരുക്കുകയാണ് ദൈവം ചെയ്തത്. അതാണ് ദൈവം ചെയ്യേണ്ടത്. നമുക്കൊരു ചെറിയ ദൃഷ്ടാന്തം യിരെമ്യാവിൻ്റെ പുസ്തകത്തിൽ, പ്രവചനത്തിൽ 38-ാം അധ്യായത്തിൽ നമുക്കൊന്ന് വായിച്ചു നോക്കാം. അതിൻ്റെ 10, 11, 12, 13 വാക്യങ്ങൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. രാജാവ് കൂശ്യനായ എബൻ-മേലെക്കിനോട്, നീ ഇവിടെ നിന്ന് 30 ആളുകളെ കൂട്ടിച്ചെന്ന് യിരെമ്യാ പ്രവാചകൻ മരിക്കും മുമ്പേ അവനെ കുഴിയിൽ നിന്ന് കരയറ്റിക്കൊള്ളുക എന്ന് കൽപ്പിച്ചു. അങ്ങനെ എബൻ-മേലെക്ക് ആളുകളെ കൂട്ടിക്കൊണ്ട് രാജഗൃഹത്തിൽ ഭണ്ഡാരമുറിക്ക് കീഴെ ചെന്നു. അവിടെ നിന്ന് പകൽത്തുണിയും കീറ്റ് തുണിക്കണ്ടങ്ങളും എടുത്ത് കുഴിയിൽ യിരെമ്യാവിന് കയർ വഴി ഇറക്കി കൊടുത്തു. കൂശ്യനായ എബൻ-മേലെക്ക് യിരെമ്യാവിനോട്, ഈ പകൽത്തുണിയും കീറ്റ് തുണിക്കണ്ടങ്ങളും നിന്റെ കക്ഷങ്ങളിൽ വെച്ച് അതിന് പുറമെ കയറിട്ട് കൊള്ളുക എന്ന് പറഞ്ഞു. യിരെമ്യാവ് അങ്ങനെ ചെയ്തു. അവർ യിരെമ്യാവെ കയറുകൊണ്ട് കുഴിയിൽ നിന്ന് വലിച്ചു കയറ്റി യിരെമ്യാവ് കാവൽപ്പുര മുറ്റത്ത് പാർത്തു. ഇവിടെ നോക്കുക, കുഴിയിൽ വീണ് കിടക്കുന്ന യിരെമ്യാവിനെ രക്ഷിക്കുവാനായിട്ട് മുകളിൽ നിന്നൊരു പദ്ധതി ഉണ്ടാക്കി. അത് പ്രകാരം അതിന് വേണ്ടുന്ന സജ്ജീകരണങ്ങളെല്ലാം ഒരുക്കി അവരൊരു കയർ താഴ്ത്തിട്ട് കൊടുത്തു. അതിന് വേണ്ടുന്ന വസ്തുക്കളെല്ലാം ഇട്ടുകൊടുത്തു. അതിൽ പിടിച്ച് അതിൽ ഒന്ന് കെട്ടിക്കൊള്ളാൻ യിരെമ്യാവിനോട് പറഞ്ഞു. അങ്ങനെ യിരെമ്യാവിനെ വലിച്ച് മുകളിലേക്ക് കയറുന്ന ഒരു ചിത്രമാണ്. രാജാവ് ഏർപ്പാടാക്കി കൊടുത്ത ഈ രക്ഷാമാർഗം യിരെമ്യാവ് വേണ്ടെന്ന് വെച്ചെങ്കിലോ, ആ കയറിൽ പിടിക്കാൻ യിരെമ്യാവ് വിസമ്മതിച്ചെങ്കിലോ, എനിക്ക് ഈ രക്ഷ വേണ്ട എന്ന് വെച്ചെങ്കിലോ, യിരെമ്യാവിൻ്റെ അന്ത്യം എന്താകും? ആ കുഴിയിൽ തന്നെ അവൻ്റെ അന്ത്യം തീരും. അതാണ് പറയുന്നത്, ദൈവം തൻ്റെ സ്നേഹം കാണിക്കുന്നത് താൻ ഒരുക്കിയ രക്ഷാമാർഗത്തിലൂടെയാണ്. അത് നാം നിരസിച്ചാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതാണ് എബ്രായലേഖനം 2-ാം അധ്യായത്തിൻ്റെ 3-ഉം 4-ഉം വാക്യങ്ങളിൽ പറയുന്നത്. കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീരപ്രവൃത്തികളാലും തൻ്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് സാക്ഷി നിന്നവർ, കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതുമായ ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റിയൊഴിയും? ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റി ഒഴിയും എന്നാണ് ചോദ്യം. എന്താണ് വചനം നമ്മളെ പഠിപ്പിക്കുന്നത് എന്ന് നോക്കാം.
ഇബ്രാഹിം ലേഖനം 9-ാം അധ്യായത്തിൽ 27-ാം വാക്യത്തിൽ വ്യക്തമായി പഠിപ്പിക്കുന്നു, ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു. അപ്പോൾ പറയുന്നു, ന്യായവിധി എന്ന് പറയുന്നത് അല്ലെങ്കിൽ പാപത്തിന്റെ ശിക്ഷ ഈ ജീവിതത്തിലല്ല, ഒരിക്കൽ മരിക്കണം, മരണശേഷമാണ് ഒരു ന്യായവിധി എന്നുള്ളത്. അത് മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നതാണ്. ഒരിക്കൽ മരിക്കുക, പിന്നെ അവൻ ന്യായവിധിയിലേക്കും കടക്കുക എന്നുള്ളത്. വീണ്ടും യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 16, 17, 18 വാക്യങ്ങൾ അല്ലെങ്കിൽ 19 വായിക്കുമ്പോൾ, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടെന്ന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. അതാണ് ദൈവസ്നേഹം. ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ച ലോകത്തെ വിധിപ്പാനല്ല, ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാനത്രേ. അവനിൽ വിശ്വസിക്കുന്നവന് ന്യായവിധി ഇല്ല. വിശ്വസിക്കാത്തവന് ദൈവത്തിന്റെ ഏകജാതനായ പുത്രന്റെ നാമത്തിൽ വിശ്വസിക്കാകിയാൽ ന്യായവിധി വന്നു കഴിഞ്ഞു. ന്യായവിധി എന്നതോ വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യരുടെ പ്രവൃത്തി ദോഷമുള്ളതാകിയാൽ അവർ വെളിച്ചത്തെക്കാൾ ഇരുളിനെ സ്നേഹിച്ചതിന് സാക്ഷാൽ വെളിച്ചമായ കർത്താവ് വെളിച്ചമായ മുമ്പിൽ വന്ന് തങ്ങൾക്കുള്ള രക്ഷാമാർഗം വെളിച്ചത്തിൽ നമുക്ക് വെളിപ്പെടുത്തി തന്നിട്ടും അതിനെ നമ്മൾ സ്നേഹിക്കാതെ വീണ്ടും ഇരുളിനെ സ്നേഹിക്കുന്നവർക്ക് അവർ തന്നെ ചോദിച്ച് വാങ്ങിച്ചതാണ് ഈ ശിക്ഷാവിധി, ഈ ന്യായവിധി. പാപക്ഷമ പ്രാപിച്ചില്ലെങ്കിൽ നിശ്ചയമായും ശമ്പളം ഭാവിക്കണം. അതുകൊണ്ടാണ് റോമാലേഖനം 6:23 പറയുന്നത്, പാപത്തിന്റെ ശമ്പളം മരണമത്രേ എന്നുള്ളത്. മരണം എന്നത് വേർപാടാണ്. ശരീരമരണം ശരീരവും പ്രാണനും തമ്മിൽ വേർപിരിയുന്നതാണ്. രണ്ടാമതായി ആത്മീയമായി മരിച്ച നിലയിലാണ് ഏവരും ജനിക്കുന്നത്. എന്നാൽ വിശ്വസിക്കുന്നവരിൽ കരുണാസമ്പന്നനായ ദൈവം തന്റെ ആത്മാവിനാൽ വീണ്ടും ജനിപ്പിക്കുന്നതിനാൽ ആത്മീയ മരണാവസ്ഥയെ ഈ ജന്മത്തിൽ നമുക്ക് മറികടക്കാൻ സാധിക്കും. വീണ്ടും ജനിക്കുന്നവർ ആവാൻ പറ്റും. ആത്മാവിൽ ജനിക്കാൻ ഈ ജീവിതത്തിൽ ഒരു അവസരം ഉണ്ടാകും. അങ്ങനെ ഈ ജീവിതകാലത്ത് ആ ആത്മാവിൽ വീണ്ടും ജനനം പ്രാപിച്ചില്ലെങ്കിലോ പിന്നീട് നമ്മളെ കാത്തിരിക്കുന്നത് രണ്ടാം മരണമാണ്. ആ രണ്ടാം മരണം അത് ദൈവത്തോടും ദൈവജനത്തോടുമുള്ള എന്നേക്കുമുള്ള വേർപിരിയലാണ്. അത് അന്തിമമാണ്. നമുക്ക് രണ്ടാം മരണത്തെ പറ്റിയുള്ള ചില വചനങ്ങൾ, ചില വാക്കുകൾ വെളിപ്പാട് പുസ്തകത്തിൽ നിന്ന് കാണാം. 2-ാം അധ്യായം 11-ാം വാക്യത്തിൽ ആത്മാവ് സഭകളോട് പറയുന്നത് എന്നാൽ ചെവിയുള്ളവൻ കേൾക്കട്ടെ, ജയിക്കുന്നവന്, അതായത് ജയിക്കുന്നവന് രണ്ടാം മരണത്തിൽ ദോഷം വരികയില്ല. വീണ്ടും 20-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ പറയുന്നു, ഇത് ഒന്നാമത്തെ പുനരുത്ഥാനം. ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു. അവരുടെ മേൽ രണ്ടാം മരണത്തിന് അധികാരമില്ല. അവർ ദൈവത്തിനും ക്രിസ്തുവിനും പുരോഹിതന്മാരായി ക്രിസ്തുവിനോടുകൂടെ 1000 ആണ്ട് മാറും. അപ്പോൾ ഒന്നാമത് ജയിക്കുന്നവൻ, രണ്ടാമത് ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ. മൂന്നാമതായി വീണ്ടും പറയുന്നു, മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു. ഈ തീപ്പൊയ്ക രണ്ടാമത്തെ മരണം. അപ്പോൾ ഈ രണ്ടാമത്തെ മരണം ആരാണ്? അതെന്താണെന്ന് എടുത്തു പറയുന്നു. രണ്ടാമത്തെ മരണം എന്ന് പറയുന്നത് ഒരു തീപ്പൊയ്കയാണ് എന്ന് പറയുന്നു. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവരെയും തീപ്പൊയ്കയിൽ തള്ളിയിടും എന്നാണ് വചനം പറയുന്നത്. വീണ്ടും വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ ആരൊക്കെയാണ് ആ തീപ്പൊയ്കയിലേക്ക് പോകുന്നത് എന്ന് പറയുന്നു. എന്നാൽ ഭീരുക്കൾ, അവിശ്വാസികൾ, അറയ്ക്കപ്പെട്ടവർ, കൊലപാതകന്മാർ, ദുർനടപ്പുകാർ, ശുദ്രക്കാർ, ബിംബാരാധികൾ എന്നിവർക്കും ഭോഷ്ക പറയുന്ന ഏവർക്കുമുള്ള ഓഹരി തീയും ഗന്ധവും കത്തുന്ന പൊയ്കയിലത്രേ. ഇതാണ് രണ്ടാമത്തെ മരണം എന്ന് പറയുന്നത്. മക്കളെ, നരകമുണ്ട് എന്ന് വിശ്വസിക്കുന്നവർ പോലും അവർ ഒരു 4 തരത്തിൽ ആണ് അതിനെ എടുത്തിരിക്കുന്നത്. ഒന്നൊരു പാരമ്പര്യ ആക്ഷരിക നിലപാടാണ്. പാരമ്പര്യ ആക്ഷരിക നിലപാട് പ്രകാരം അതിനെപ്പറ്റി പറഞ്ഞ ഇറ്റേണൽ കോൺഷ്യസ് ടോർമെന്റ് ആണ്. അതായത് നിത്യമായ സചേതമായ അല്ലെങ്കിൽ സുബോധത്തോടെയുള്ള യാതന. അതാണ് ഒരു പാരമ്പര്യമായ നിലപാട്. എന്നാൽ വേറെ ചിലരെടുക്കുന്ന നിലപാടുണ്ട്, അത് ടെർമിനൽ പണിഷ്മെന്റ് ആണെന്ന് പറയുന്നത്. അതായത് തീയിലേക്ക് വീഴുകയും, അനിഹിലേഷൻ എന്നൊരു വാക്കാണ് ഉപയോഗിക്കുന്നത്, തീയിലേക്ക് വീണ് അവർ അല്പസമയത്തിനകം കത്തി അവർ ഇല്ലാതെയാകുന്നു, അവർ എന്നേക്കുമായി ഇല്ലാതെയാകുന്നു എന്നുള്ള ടെർമിനൽ പണിഷ്മെന്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റാണ് ചില ആൾക്കാർക്കുള്ളത്. ചില ആൾക്കാർക്കുള്ള യൂണിവേഴ്സലിസം, അതായത് ലോകത്തുള്ള എല്ലാവരും ഒരിക്കൽ രക്ഷിക്കപ്പെടും എന്നുള്ള ഒരു യൂണിവേഴ്സലിസ്റ്റ് വ്യൂ ആണ് വേറൊരാൾക്കുള്ളത്. വേറൊരു കൂട്ടർ എടുക്കുന്ന ഹെൽ ആൻഡ് പർഗേറ്ററി എന്ന് പറയുന്നത് ഒരു ശുദ്ധീകരണ സ്ഥലമുണ്ട്. ഒരു ശുദ്ധീകരണ സ്ഥലത്തിലൂടെ അല്പനാളുകൾക്ക് ശേഷം പാപത്തിന്റെ കാഠിന്യത അനുസരിച്ച് ശുദ്ധീകരിക്കപ്പെട്ട് വീണ്ടും അവർക്ക് ഒരു സ്വർഗത്തിലേക്ക് ഒരു തിരിച്ചു കയറ്റം സാധ്യമാണ്, ഒരു അവസരമുണ്ട് എന്ന് പഠിപ്പിക്കുന്നവരാണുള്ളത്. യഥാർത്ഥത്തിൽ ദൈവവചനം എങ്ങനെയാണ് പഠിപ്പിക്കുന്നത് നോക്കാം. ഈ വചനം, ഈ നരകത്തെ പറ്റി ഏറ്റവും കൂടുതൽ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് നമ്മുടെ കർത്താവ് തന്നെയാണ്. കർത്താവ് തന്റെ ഗിരിപ്രഭാഷണത്തിൽ തന്നെ ഈ നരകത്തെ പറ്റി പഠിപ്പിക്കൽ തുടങ്ങിയിരിക്കുന്നു. ഞാനോ നിങ്ങളോട് പറയുന്നത്, സഹോദരനോട് കോപിക്കുന്നവരെല്ലാം ന്യായവിധിക്ക് യോഗ്യരാകും. സഹോദരൻ നിസ്സാര എന്ന് പറഞ്ഞാലോ ന്യായാധിപ സഭയുടെ മുമ്പിൽ നിൽക്കേണ്ടി വരും. മൂഢ എന്ന് പറഞ്ഞാലോ അഗ്നി നരകത്തിന് യോഗ്യനാകും എന്ന് പറഞ്ഞ് തന്റെ റെക്കോർഡ് ചെയ്യപ്പെട്ട എഴുതപ്പെട്ടു തന്നിരിക്കുന്ന ആദ്യത്തെ
ആദ്യത്തെ പ്രസംഗത്തിൽ തന്നെ, ആദ്യത്തെ ആ ഭാഗങ്ങളിൽ തന്നെ ഈ അഗ്നി നരകത്തെ പറ്റി കർത്താവ് പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. നമുക്കറിയാം, പഴയ നിയമത്തിൽ ഷിയോൾ എന്ന്, പുതിയ നിയമത്തിൽ ഹേഡസ് എന്ന് പറയുന്നിരിക്കുന്ന ആ സ്ഥലത്തെ പറ്റി പല ആൾക്കാരും ഷിയോൾ അല്ലെങ്കിൽ ഹേഡസ് ഒരു ശവക്കുഴി മാത്രമാണ് എന്ന് പറയുന്നുണ്ട്. എന്നാൽ ആത്മീയമായി നമ്മൾ ഈ വചനത്തെ സമീപിക്കുന്ന ഓരോ ആളുകൾക്ക് മനസ്സിലാകും അത് വെറും ഒരു ശവക്കുഴിയല്ല, അതിൽ ആത്മീയമായ അർത്ഥങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഖബർ എന്ന വാക്ക് നിശ്ചയമായിട്ട് ശവക്കുഴിയെ മാത്രം പ്രതിദാനം ചെയ്യുന്നതാണെങ്കിൽ, ഷിയോൾ എന്ന വാക്ക് അത് മാത്രമല്ല, ശവക്കുഴിയേക്കാൾ അപ്പുറമാണ്. അത് ദേഹികൾ പാർക്കുന്ന ഇടം തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്ക് നോക്കാം. അതായത് ഒരു ഉദാഹരണം മാത്രം ചൂണ്ടിക്കാണിക്കാം. ഗോത്രപിതാവായ യാക്കോബിന്റെ മരണവും അടക്കവും വരുന്ന സമയത്ത് ഉൽപ്പത്തി 49:33 വാക്യത്തിൽ യാക്കോബ് തന്റെ പുത്രന്മാരോട് ആജ്ഞാപിച്ച് തീർന്ന ശേഷം അവൻ കാൽക്കട്ടിലിന്മേൽ എടുത്തു വെച്ചിട്ട് പ്രാണനെ വിട്ടു, തന്റെ ജനത്തോട് ചേർന്നു എന്ന് പറഞ്ഞു. പ്രാണനെ വിട്ടു, തന്റെ ജനത്തോട് ചേർന്നു. പക്ഷേ അവൻ ശവക്കുഴിയിലേക്ക് ആ ശവശരീരം വെക്കുന്നത് എത്ര നാളാ? 40 ദിവസം. അത് എംബാം ചെയ്യപ്പെട്ടു. വീണ്ടും 17 ദിവസം കഴിഞ്ഞ് അനേക ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ ശവക്കുഴിയിലേക്ക് ആ ശരീരം ചെല്ലുന്നത്. അതിന് എത്രയോ മുമ്പ് അവൻ പ്രാണനെ വിട്ടു, തന്റെ ജനത്തോട്. തന്റെ ജനം എന്ന് പറഞ്ഞാൽ അബ്രഹാമിനോടും ഇസ്ഹാക്കിനോടും അങ്ങനെ മറ്റുള്ളവരോട് എല്ലാം ചേരുന്നത് ഉടനെ തന്നെയാണ്. എന്നാൽ ശരീരം ഖബറിലേക്ക് പോകുന്നത് വളരെ നാളുകൾക്ക് ശേഷമാണ് എന്ന് നമുക്കറിയാം. അപ്പോൾ ഈ ഷിയോളിൽ നമുക്ക് പ്രധാനമായ 2 സ്ഥാനങ്ങൾ, 2 പ്രത്യേക സ്ഥലങ്ങളുണ്ടെന്ന് നമുക്ക് കർത്താവ് പറഞ്ഞ ഒരു അനുഭവ കഥയിലൂടെ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാം. ഒന്ന് ധനവാൻ കിടക്കുന്ന യാതനാ സ്ഥലവും, ഒന്ന് ലാസർ ഇരിക്കുന്ന അബ്രഹാമിന്റെ മടി എന്ന ആ സ്ഥലവും. നമുക്ക് ഇപ്പോഴുള്ള നമ്മുടെ ധാരണയനുസരിച്ച് അബ്രഹാമിന്റെ മടിയെന്ന് നാം ഇപ്പോൾ പറയാറില്ല. ഇപ്പോൾ നാം പുതിയ നിയമം പഠിപ്പിക്കുന്നത് ക്രിസ്തുവിനോട് കൂടെ, വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടെയാണെന്ന്. എന്നാൽ ആ യാതനാ സ്ഥലത്തിന് ഇപ്പോഴും ഒരു മാറ്റവും വന്നിട്ടില്ല. ആ യാതനാ സ്ഥലം അത് ഇപ്പോഴും അങ്ങനെ തന്നെ ഇരിക്കുന്നു. ഇപ്പോൾ നാം ചിന്തിക്കേണ്ട വിഷയം, മരണശേഷം ഈ യാതനയ്ക്കും അല്ലെങ്കിൽ ക്രിസ്തുവിനോട് കൂടെ ഇരിക്കുന്നതിനും ഇടയിൽ ഒരു ഗ്യാപ്പ് ഉണ്ടോ, ഇടയ്ക്കൊരു സമയ ദൈർഘ്യമുണ്ടോ എന്നാണ്. വചനം ഒരു സ്ഥലത്തും അങ്ങനെ ഒരു വചന ദൈർഘ്യമുണ്ടെന്ന് വിചാരിക്കുന്നില്ല. നാം വിട്ടുപിരിഞ്ഞാൽ ഉടനെ ക്രിസ്തുവിനോട് കൂടെ, വിട്ടുപിരിഞ്ഞാൽ അല്ലെങ്കിൽ നാം എവിടെ ധനവാനായിരിക്കുന്നു ആ യാതനാ സ്ഥലത്തേക്ക് ആ നിമിഷം തന്നെ നാം പോകേണ്ടി വരുമെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു. 2 കൊരിന്ത്യർ 5:8 പറയുന്ന ഇങ്ങനെ ധൈര്യപ്പെട്ട് ശരീരം വിട്ട് ശരീരം വിട്ടാൽ കർത്താവിനോട് വസിക്കാൻ. ഫിലിപ്പിയ ലേഖനത്തിൽ പറയുന്നു വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് ഇരിപ്പാൻ. അല്ലെങ്കിൽ ലൂക്കോസ് 23:43 കള്ളനോട് കർത്താവ് പറയുന്നു ഇന്ന് നീ എന്നോട് കൂടെ പരദേശത്തിലിരിക്കും. അവിടെ ഒരു ഗ്യാപ്പില്ല. അവിടെ ഒരു ഗ്യാപ്പിനെ പറ്റി യാതൊരു സൂചനയും നമുക്ക് ലഭിക്കുന്നില്ല. നമുക്ക് കർത്താവ് പറഞ്ഞ ആ കഥയിൽ നമുക്ക് കാണാം, ദരിദ്രൻ മരിച്ചപ്പോൾ ദൂതന്മാർ അവരെ അബ്രഹാമിന്റെ മടിയിലേക്ക് കൊണ്ടുപോയി, ധനവാൻ മരിച്ചടക്കപ്പെട്ടു, പാതാളത്തിൽ യാതന അനുഭവിക്കുന്നു. അതെല്ലാം ഉടനെ തന്നെ സംഭവിച്ച കാര്യങ്ങളാണ് എന്ന് നമുക്ക് ഈ വചനങ്ങളാൽ നമുക്ക് വ്യക്തമാക്കുന്നു. എന്ന് മാത്രമല്ല, ആ കാലഘട്ടത്തെ പറ്റി പറഞ്ഞാൽ പിന്നീടൊരു കാലഘട്ടമൊന്നുമല്ല. കാരണം ലാസറിന്റെ സഹോദരന്മാർ അപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട്. കാരണം സഹോദരന്മാർക്ക് വേണ്ടി ലാസർ അപേക്ഷിക്കുന്ന കാഴ്ച നമുക്ക് കാണാം. വീണ്ടും ഒന്ന് ചിന്തിക്കേണ്ട, മരണശേഷം ഈ ദേഹി പൂർണ്ണ ബോധത്തിലാണോ എന്നുള്ളതാണ്. ഒരു ആത്മീയ ഉറക്കമുണ്ടോ, ഒരു സോൾ സ്ലീപ്പിംഗ് എന്നുണ്ടോ? അങ്ങനെ ഒരു സ്ഥലത്തും നമുക്ക് ബൈബിളിൽ അങ്ങനെ ഒരു ചിന്ത നമുക്ക് കാണാൻ കഴിയില്ല. കർത്താവ് മരിച്ചവരെ പറ്റി ഉറങ്ങുന്നവർ എന്ന് പറഞ്ഞതല്ല, ശാരീരികമായ ആ ഉറക്കത്തെ പറ്റി മാത്രമാണ്, അല്ലാതെ ദേഹിയുടെ ആത്മാവിന്റെ ഒരു ഉറക്കത്തെ സംബന്ധിച്ചല്ല അവിടെ പറയുന്നത്. നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാം. നമുക്ക് അതിനെപ്പറ്റി പറയുമ്പോൾ ലൂക്കോസിന്റെ സുഖം 16-25 വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, അബ്രഹാമനെ നിന്റെ ആയുസ്സിൽ നീ നന്മയും ലാസറവണ്ണം തിന്മയും പ്രാപിച്ചു എന്ന് ഓർക്കുക. ഇപ്പോൾ അവിടെ ആശ്വസിക്കുന്നു, നീയോ വേദന അനുഭവിക്കുന്നു. അതാണ് സംഭവം. ഒരാൾ ആശ്വസിക്കുന്നു, മറ്റൊരാൾ വേദന അനുഭവിക്കുന്നു. അതിൻ്റെ ഇടയിൽ ഒരു ഗ്യാപ്പ്, ഒരു സമയക്രമം ഉണ്ടെന്ന് ഒരു കാരണവശാലും ബൈബിൾ നമുക്ക് പറയുന്നില്ല. ലാസറിന്റെ ആശ്വാസവും ധനവാന്റെ യാതനയും കർത്താവ് അവിടെ എടുത്ത് പറയുന്നുണ്ട്. മാത്രമല്ല, ഈ സചേതനമായ സ്വബോധത്തോടുള്ള ആത്മാവിനെ പറ്റി നമുക്ക് പഠിക്കുവാനായിട്ട് വെളിപ്പാട് പുസ്തകത്തിന്റെ 6-ാം അധ്യായത്തിന്റെ 9, 10, 11 വാക്യങ്ങളിൽ അവർ 5-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ ദൈവവചന നിമിത്തവും തങ്ങൾ പറഞ്ഞ സാക്ഷ്യം ഹേതുവായും അറക്കപ്പെട്ടവരുടെ ആത്മാക്കളെ ഞാൻ യാഗപീഠത്തിങ്കൽ കണ്ടു. വിശുദ്ധനും സത്യവാനുമായ നാഥ, ഭൂമിയിൽ വസിക്കുന്നവരോട് ഞങ്ങളുടെ രക്തത്തെക്കുറിച്ച് നീ എത്രത്തോളം ന്യായവിധിയും പ്രതികാരം നടത്താതിരിക്കുന്നു ഉറക്കെ നിലവിളിച്ചു. അവിടെ അവർ സചേത ബോധത്തോടെ നിൽക്കുന്നു, അവർ നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ കാഴ്ചയെല്ലാം നമുക്ക് മരിച്ചുപോയവരുടെ ആത്മാക്കളുടെ അല്ലെങ്കിൽ ദേഹിയെ പറ്റി നമുക്ക് വ്യക്തമായി അവിടെ കാണാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് അവിടെ എല്ലാം നമുക്ക് ഈ ദേഹി പൂർണ്ണ ബോധത്തിലാണ് എന്ന് നമുക്ക് ഉറച്ച് അറിയുവാൻ സാധിക്കും. ധനവാന്റെ കാര്യം തന്നെ നമുക്ക് എടുത്തു നോക്കാം. അബ്രഹാം പിതാവേ, എന്നോട് കരുണയുണ്ടാകണമേ, ലാസർ വിരലിന്റെ അറ്റം വെള്ളത്തിൽ മുക്കി എന്റെ നാവിനെ തണുപ്പിക്കേണ്ടതിന് അവനെ അയക്കണമേ, ഞാൻ ഈ ജ്വാലയിൽ കിടന്ന് വേദന അനുഭവിക്കുന്നു എന്ന് വിളിച്ചു പറയുമ്പോൾ അവിടെ അബ്രഹാമിനെ തിരിച്ചറിയുന്നുണ്ട്, ലാസറിനെ തിരിച്ചറിയുന്നുണ്ട്, തന്റെ ദാഹം തിരിച്ചറിയുന്നുണ്ട്, വേദന തിരിച്ചറിയുന്നുണ്ട്. അതെല്ലാം വിളിച്ച് പറയുവാൻ കഴിയുന്നുണ്ട്. ഒന്ന് തോർക്കുക, പൂർണ്ണ ബോധത്തോടു കൂടിയാണ്
പൂർണ്ണമായ ബോധ്യത്തിലാണ് ആളുകൾ നരകത്തിൽ യാതന അനുഭവിക്കുന്നത്, സ്വർഗത്തിൽ ആശ്വാസവും അനുഭവിക്കുന്നത് എന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നു. ഇനി നരകത്തെ പറ്റിയുള്ള ചില വാക്കുകൾ നമുക്ക് ശ്രദ്ധിക്കാം. ചില വാക്കുകൾ പറയുന്നുണ്ട്. ഏറ്റവും പുറത്തുള്ള ഇരുട്ട്, അഗാധ കൂപം, അന്ധതമസ്. ഇതെല്ലാം വ്യക്തമായി പഠിപ്പിക്കാൻ നമുക്ക് സമയം തരുന്നില്ല. ഈ ഏറ്റവും പുറത്തുള്ള ഇരുട്ടെന്ന് മത്തായിയുടെ സുവിശേഷത്തിൽ 3 പ്രാവശ്യം കർത്താവ് പറഞ്ഞിട്ടുള്ള ഒരു വചനമാണ്. അത് മനുഷ്യനെ സംബന്ധിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ അഗാധ കൂപം, ഔട്ടർ ഡാർക്ക്നെസ് ഉള്ള മനുഷ്യനെ സംബന്ധിച്ചാണെങ്കിൽ അഗാധ കൂപം, അബ്യസ് അല്ലെങ്കിൽ ബോട്ടംലെസ് പിറ്റ്, അടിയില്ലാത്ത കുഴി എന്നെല്ലാം പറയുന്നതും, അന്ധതമസ് എന്ന് പറയുന്നതും, ഇതെല്ലാം സാത്താനെയും അവന്റെ സൈന്യങ്ങളെയും പൂട്ടിയിട്ടിരിക്കുന്ന സ്ഥലങ്ങളെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് നമുക്ക് കാണാം. നമുക്കത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം, ഈ അഗാധ കൂപത്തിലും അല്ലെങ്കിൽ ടാർട്ടാറസ് എന്ന് പത്രോസിന്റെ ലേഖനത്തിൽ പാപം ചെയ്ത ദൂതന്മാരെ ചങ്ങലക്കിട്ടിരിക്കുന്നു പറയുന്ന ഭാഗത്തെല്ലാം ദൂതഗണങ്ങളെയാണ് കാണിക്കുന്നത്. പുറത്തേറ്റിനെ കാണിക്കുന്നത് അവിടെ മത്തായിയുടെ സുവിശേഷത്തിൽ 3 പ്രാവശ്യം കർത്താവ് എടുത്ത് പറഞ്ഞ പുറത്തെ ഏറ്റവും പുറത്തുള്ള ഇരുട്ട് പല്ലുകടിയും കരച്ചിലും ഉണ്ടെന്ന് പറയുന്ന ആ സ്ഥലങ്ങളെ പറ്റി പറയുന്ന മനുഷ്യരെ അങ്ങോട്ട് വിടുന്നു. അപ്പോൾ ഇതെല്ലാം ചില ഭാഗങ്ങളൊന്നും ചിന്തിക്കുന്നതിൽ തെറ്റില്ല. അതിന് അത്ര തലകീറി ചിന്തിക്കേണ്ട ആവശ്യങ്ങളും നമുക്കില്ല. എങ്കിൽ കൂടി നമുക്ക് അങ്ങനെ ചിന്തിക്കാൻ സാധിക്കും. നമുക്ക് നോക്കാം. വീണ്ടും ഇതെല്ലാം ഒരു താൽക്കാലികമാണെങ്കിൽ നമുക്കറിയാം ഈ അഗാധ കൂപത്തിന്റെ വേറൊരു പ്രത്യേകത, അല്ലെങ്കിൽ ബോട്ടംലെസ് പിറ്റിന്റെ വേറൊരു പ്രത്യേകത, അവിടെയാണ് സാത്താനെ 1000 ആണ്ടേക്ക് ചങ്ങലയ്ക്ക് ഇടുന്നതെന്നും വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിന്റെ 2-3 വാക്യങ്ങളിൽ നമുക്ക് കാണാം. ടാർട്ടാറസിനെ പറ്റി പറയുമ്പോൾ പാപം ചെയ്ത ദൂതന്മാരെ ദൈവം ആദരിക്കാതെ അന്ധതമസിന്റെ ചങ്ങലക്കിട്ട് നരകത്തിലാക്കി ന്യായവിധിക്കായിട്ട് കാക്കുന്നു എന്ന് പറഞ്ഞാൽ അവിടെയൊക്കെ റിമാൻഡ് പരിവേഷം നമുക്ക് കാണാൻ കാണും. എന്നാൽ അന്ത്യ ന്യായവിധിക്ക് ശേഷം ദൈവജനമല്ലാത്ത എല്ലാവരും സംഭവിക്കും. അവർ കർത്താവ് എപ്പോഴും എടുത്ത് പറഞ്ഞിട്ടുള്ള ഗീഹന്ന എന്ന് കർത്താവ് പറഞ്ഞിട്ടുള്ള, ആകെ 12 പ്രാവശ്യം പറഞ്ഞിട്ട് 11 പ്രാവശ്യവും കർത്താവ് തന്നെയാണ് ആ വാക്ക് പറഞ്ഞിരിക്കുന്നത്. ആ തീപ്പൊയ്കയിലേക്ക്, ആ നിത്യാഗ്നിയിലേക്ക് ഇവരെല്ലാവരും തള്ളപ്പെടും. അതായത് ഈ സാത്താനും അവന്റെ സൈന്യഗണങ്ങളും അവരെല്ലാം ഒരുക്കിയിരിക്കും. വചനം എടുത്തൊരു കാര്യം പഠിപ്പിക്കുന്നുണ്ട്. നരകത്തെ ഒരുക്കിയിരിക്കുന്നത് മനുഷ്യർക്ക് വേണ്ടിയല്ല, സാത്താനും അവന്റെ സൈന്യങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നതാണ്. കർത്താവ് ഒരുക്കിയ രക്ഷാമാർഗം സ്വീകരിക്കാത്തതുകൊണ്ട്, അത് സ്വീകരിക്കാത്ത മനുഷ്യർ അതിലേക്ക് പോകപ്പെടുന്നു എന്നും മാത്രമുള്ളൂ. അവർ കർത്താവിനെ തന്നെ പിതാവായി സ്വീകരിക്കാത്തത് കൊണ്ട്, കർത്താവിനെ തങ്ങളുടെ രക്ഷിതാവായി സ്വീകരിക്കാത്തതുകൊണ്ട് മാത്രമാണ് മനുഷ്യവർഗത്തിന് ഈ തീപ്പൊയ്കയിലേക്ക് പോകേണ്ടി വരുന്നത്. അവരുടെ മുമ്പിൽ രക്ഷാമാർഗത്തെ അവർ നിരസിക്കുന്നത് കൊണ്ടും മാത്രമാണ്. അപ്പോൾ ഈ തീപ്പൊയ്ക എന്നത് അന്തിമമാണ്. പിന്നീട് അവിടെ നിന്ന് രക്ഷാമാർഗമില്ല. വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിൽ തുടർന്ന് നമ്മൾ വായിക്കുമ്പോൾ നമുക്കവിടെ കാണാം. അവിടെ വായിക്കുന്നത് അവരുടെ ദണ്ഡനത്തിന്റെ പുക എന്നേക്കും പൊങ്ങും. മൃഗത്തിന്റെയും അതിന്റെ പ്രതിമയെ നമസ്കരിക്കുന്നവരും അതിന്റെ പേരിൽ മുദ്രയേക്കുന്നവനും രാവും പകലും ഒരു സ്വസ്ഥതയും ഉണ്ടാവില്ല. നോക്കൂ, ആ ദണ്ഡനത്തിന്റെ നിത്യ ശിക്ഷാവിധിയെ പറ്റി പറയാണ്. രാവും പകലും ഒരു സ്വസ്ഥതയും ഉണ്ടാവില്ല. അതുപോലെ തന്നെ 20-ാം അധ്യായം 10-ാം വാക്യത്തിൽ പറയുന്നു, അവരെ വഞ്ചിച്ച പിശാചും മൃഗവും കള്ളപ്രഭുവാനും കിടക്കുന്ന ഗന്ധക തീപ്പൊയ്കയിലേക്ക് തള്ളിയിടും. അവർ എന്നേക്കും രാപ്പകൽ ദണ്ഡനം സഹിക്കേണ്ടി വരും. അപ്പോൾ ആരൊക്കെയാണെന്ന് നോക്കണമേ. അവിടെ നോക്കൂ, സാത്താൻ, കള്ളപ്രവാചകൻ, മൃഗം, അവരെന്നേക്കും ശിക്ഷ അനുഭവിക്കും എന്ന് മാത്രമല്ല 20-ാം അധ്യായത്തിന്റെ 13, 14, 15 വാക്യങ്ങളിൽ എടുത്തു പറയുന്നു, ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടുമെന്ന്. ദൈവമക്കളെ, സമയക്കുറവ് മൂലം നമുക്കിത് അധികം മുന്നോട്ട് പോകാൻ സാധ്യമല്ല. ഈ പറഞ്ഞ കാര്യങ്ങളിലൊന്നും നമുക്ക് ഒരു കാരണവശാലും ഈ നമ്മൾ ചിന്തിച്ച ഒരു തരത്തിലുള്ള ഒഴിവ് കഴിവുകൾ ഇവിടെ കാണുന്നില്ല. ഇതൊരു നിത്യാഗ്നിയാണ്. എറ്റേണൽ കോൺഷ്യസ് പണിഷ്മെന്റ് തന്നെയാണെന്നാണ് ഇപ്പോൾ വചനം പഠിക്കുന്ന ആർക്കും ബോധ്യമാവുള്ളൂ. നമുക്ക് മനുഷ്യരോടുള്ള സ്നേഹം കൊണ്ട് പലപ്പോഴും അങ്ങനെ ആവരുതേ എന്ന് ചിന്തിക്കാം. പക്ഷെ എന്ത് ചെയ്യാം? വചനം പഠിപ്പിക്കുന്നു, വചനം പൂർണ്ണമായും പഠിപ്പിക്കുന്നു. കർത്താവ് പറഞ്ഞു, ഹാ ബുദ്ധിയില്ലാത്തവരെ, പ്രവാചകന്മാർ പറഞ്ഞ എല്ലാം വിശ്വസിക്കാത്തവരെന്ന് കർത്താവ് പറഞ്ഞു നമ്മളോട് കൂടിയാണ്. ഇത് കർത്താവ് പറഞ്ഞു, പ്രവാചകന്മാർ പറഞ്ഞു. ചാകാത്ത പുഴയുള്ള, കെടാത്ത തീയുള്ള അഗ്നി നരകത്തെ പറ്റി നമുക്ക് അത്രയധികം മുന്നറിയിപ്പ് തന്നിരിക്കുന്നു. ഓരോ അധ്യായത്തിലും ഓരോ നന്ദനത്തിലും കിട്ടാൻ പാകത്തിലും മുന്നറിയിപ്പുകൾ ഈ അഗ്നി നരകത്തെ പറ്റി നമ്മുടെ ജീവിതത്തിൽ തന്നിട്ടുണ്ട്. എന്നിട്ടും ഇത് തെറ്റിയൊഴിയാൻ നമുക്ക് എങ്ങനെ സാധിക്കും? ഇത്ര ഭീകരമായ, കർത്താവ് പറഞ്ഞു ഒരിക്കൽ, നിങ്ങളുടെ കയ്യോ കാലോ നിങ്ങൾക്ക് ഇടർത്ത് വരുത്തിയാൽ നിങ്ങളുടെ കണ്ണാണ് അടച്ചു വരുത്തുന്നെങ്കിൽ നിങ്ങളെ പിഴുതെടുത്ത് ദൂരെ കളയുക. നിങ്ങളുടെ ശരീരം മുഴുവൻ തീ നരകത്തിൽ വീഴുന്നതിനേക്കാൾ. അതെല്ലാം കർത്താവ് പറയുമ്പോൾ നിങ്ങളുടെ കണ്ണ് ചുഴലാനോ കൈവെട്ടിക്കളയാനോ ഉദ്ദേശിച്ചിട്ടില്ല. നരകത്തിന്റെ ഭീകരത എത്രമാത്രം ഉണ്ട് എന്ന് മനുഷ്യരെ ഒന്ന് ബോധ്യപ്പെടുത്തുക. അതിനുള്ളൊരു കരച്ചിലായിരുന്നു, ഒരു ഹൃദയത്തിന്റെ കർത്താവിന്റെ തേങ്ങലായിരുന്നു അവിടെ
കേട്ട ആ ശബ്ദം. ദൈവമക്കളെ, നമുക്കിത് വിശ്വസിക്കാനേ തരമുള്ളൂ. ഇത് വിശ്വസിച്ചില്ലെങ്കിൽ, കർത്താവിൻ്റെ വചനം വിശ്വസിച്ചില്ലെങ്കിൽ നമുക്ക് കന്യാജനനം വിശ്വസിക്കാൻ സാധ്യമല്ല. മരിച്ച പുനരുത്ഥാനം വിശ്വസിക്കാൻ സാധ്യമല്ല. വീണ്ടും എന്നെ ചേർക്കുമെന്ന് പറയുന്നത് വിശ്വസിക്കാൻ സാധ്യമല്ല. മരിച്ചവരുടെ പുനരുത്ഥാനം വിശ്വസിക്കാൻ സാധ്യമല്ല. ഇതെല്ലാം നാം വിശ്വസിക്കുന്നെങ്കിൽ കർത്താവ് പറഞ്ഞ ഈ നരകശിക്ഷയെ പറ്റിയും നാം വിശ്വസിച്ചേ പറ്റുള്ളൂ. ഇപ്പോഴും സമയമുണ്ട്. ഇപ്പോഴും സുപ്രസാദ കാലമാണ്. ഇനിയും വൈകിട്ടില്ല. ഈ വചനം കേൾക്കുന്ന ആർക്കും ഇപ്പോഴും വാതിലുകൾ അടഞ്ഞിട്ടില്ല. കൃപയുടെ വാതിലുകൾ ഇപ്പോഴും തുറന്ന് മലക്കെ തന്നെ കിടക്കുന്നു. ഇപ്പോഴും നിങ്ങൾക്ക് അവസരങ്ങളുണ്ട്. അതുകൊണ്ട് ഇതൊരു മുന്നറിയിപ്പായി കണ്ട് നമുക്ക് കർത്താവ് ഒരുക്കിയ ആ വഴിയിലൂടെ ജീവരക്ഷ പ്രാപിക്കാം. അതാണ് ഇബ്രായലേഖനം 10-ാം അധ്യായത്തിന്റെ അവസാന വാക്യത്തിൽ പറയുന്നത്. നാമോ നാശത്തിലേക്ക് പിൻവാങ്ങുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലത്രേ. ഈ വചനങ്ങൾ പറഞ്ഞത് നാം നാശത്തിലേക്ക് പിന്മാറാനല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലേക്ക് ആകപ്പെടുവാനാണ്. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. മറ്റാരെക്കാളിലും മാറാത്ത വാഗ്ദത്തം എൻ പേർക്കായി നൽകിയും ആശ്ചര്യമായതും എന്നിന്ന മാറ്റിയും എൻ കണ്ണാൽ കാണിച്ചും എൻ തല ഉയർത്തിയും ജയത്തോടെ നടത്തിയും മറ്റാരെക്കാളിലും മാറാത്ത വാഗ്ദത്തം എൻ പേർക്കായി നൽകിയും ആശ്ചര്യമായതും എന്നിന്ന മാറ്റിയും എൻ കണ്ണാൽ കാണിച്ചും എൻ തല ഉയർത്തിയും ജയത്തോടെ നടത്തിയും യേശുവേ മാറാത്ത മിത്രമേ, യേശുവേ എന്നുയിരിന്നുയിരാടേ, യേശുവേ മാറാത്ത മിത്രമേ, യേശുവേ എന്നുയിരിന്നുയിരാടേ. ഞാനൊരുവാകും മുൻപേ എന്നെ കണ്ടു, ആ ഉള്ളം കരത്തിൽ എന്നെ വരച്ചു. ഞാനൊരുവാകും മുൻപേ എന്നെ കണ്ടു, ആ ഉള്ളം കരത്തിൽ എന്നെ വരച്ചു. ഉള്ളതുപോലറിഞ്ഞിടും ഉള്ളം കയ്യാൽ താങ്ങിടും ഉന്നതന ഉടയവനേ. ഉള്ളതുപോലറിഞ്ഞിടും ഉള്ളം കയ്യാൽ താങ്ങിടും ഉന്നതനമുടയവനേ. യേശുവേ മാറാത്ത മിത്രമേ, യേശുവേ എന്നുയിരിന്നുയിരാണേ, യേശുവേ മാറാത്ത മിത്രമേ, യേശുവേ എന്നുയിരിന്നുയിരാണേ. എൻ്റെ ഓഹരിയെ, അങ്ങൻ്റെ നിക്ഷേപമേ, എൻ്റെ ആശ്രയമേ, എൻ്റെ മറവിടമേ, എന്നെന്നും സങ്കേതമേ. കർത്താവ് നമ്മുടെ ഉപനിധിയാണല്ലോ, നമ്മുടെ നിക്ഷേപമാണല്ലോ. നമ്മുടെ ആശ്രയമായ കർത്താവിനെ ഈ വരികൾ ചൂരിപ്പാടി കർത്താവിനെ നമുക്ക് മഹത്വം. എൻ്റെ ഉപനിധിയെ, എൻ്റെ ഓഹരിയെ, അങ്ങൻ്റെ നിക്ഷേപമേ, എൻ്റെ ആശ്രയമേ, എൻ്റെ മറവിടമേ, എന്നെന്നും സങ്കേതമേ. എൻ്റെ ഉപനിധിയെ, എൻ്റെ ഓഹരിയെ, അങ്ങൻ്റെ നിക്ഷേപമേ, എൻ്റെ ആശ്രയമേ, എൻ്റെ മറവിടമേ, എന്നെന്നും സങ്കേതമേ.
മാറിൽ ചാരിടാ എല്ലാം പറയാ വിശ്വസ്തനവൻ വീരനാണവൻ മാർവിൽ ചാരിടാ എല്ലാം പറയാ വിശ്വസ്തനവൻ വീരനാണവൻ ഹോസാന 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 ഹോസാന. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എല്ലാ കേൾവിക്കാർക്കും വേഗം വരുന്നവനായിരിക്കുന്ന യേശു കർത്താവിൻ്റെ മാധുര്യമേറിയ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുകയാണ്. ആമുഖങ്ങളില്ലാതെ വേഗത്തിൽ നമ്മുടെ പഠന വിഷയത്തിലേക്ക് പ്രവേശിപ്പാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. വെളിപ്പാട് പുസ്തകത്തിലെ നിത്യത എന്ന വിഷയത്തെ ആധാരമാക്കിയാണ് അടുത്ത 20 മിനിറ്റുകൾ ഞാൻ നിങ്ങളോട് സംസാരിക്കുവാനായി പോകുന്നത്. എല്ലാവരും കേൾവിക്കാനും വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാൻ ഓർപ്പിക്കുന്നു. ഒരു ആമുഖങ്ങളൊക്കെ പറഞ്ഞാൽ ഈ വിഷയത്തിൻ്റെ ഗൗരവമേറിയ ഭാഗങ്ങൾ നിങ്ങളോട് പറയുവാൻ എനിക്ക് സമയം കിട്ടത്തില്ല. അതുകൊണ്ട് ഞാൻ വേഗത്തിൽ ഈ നിത്യത എന്ന വിഷയം അതായത് വെളിപ്പാട് പുസ്തകം 21, 22 അധ്യായങ്ങളിൽ കിടക്കുന്ന നിത്യത എന്ന വിഷയത്തെക്കുറിച്ച് നിങ്ങളോട് പറയുവാൻ കർത്താവിൽ താല്പര്യപ്പെടുകയാണ്. ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ കാര്യം നിങ്ങൾ പ്രത്യേകിച്ച് ഓർത്തിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം ഈ വെളിപ്പാട് പുസ്തകം മെറ്റാഫറുകളുടെ രൂപകങ്ങളുടെ ഒക്കെ ഒരു ധാരാളിത്തമുള്ള ഒരു ഗ്രന്ഥമാണ്. എണ്ണങ്ങൾ, കൊമ്പുകൾ, കലശങ്ങൾ, പല വിധത്തിലുള്ള രൂപങ്ങൾ, അങ്ങനെ ഇതിനെയൊക്കെ വ്യാഖ്യാനിക്കപ്പെടേണ്ടതാണ്. സ്തോത്രം. പക്ഷേ വെളിപ്പാട് പുസ്തകത്തിൻ്റെ ഏറ്റവും വലിയ ചലഞ്ചും അത് തന്നെയാണ്. ഇങ്ങനെ പല നിലകളിൽ ഇത് മെറ്റാഫർ രൂപകങ്ങൾ ഉള്ളതുകൊണ്ട്, അല്ലെങ്കിൽ സിംബോളിക്കായിട്ട് പല കാര്യങ്ങളും പറഞ്ഞിരിക്കുന്നതുകൊണ്ട് പലതരത്തിൽ വെളിപ്പാട് പുസ്തകത്തെ വ്യാഖ്യാനിക്കുന്നവരുണ്ട്. പലവിധമായിരിക്കുന്ന ദൈവശാസ്ത്രപരമായ അബദ്ധങ്ങളിൽ ചെന്ന് പെടുന്നവരുണ്ട്. അതിനെ എൻ്റെ എക്സ്ട്രീമിറ്റിയിൽ വാദിക്കുന്നവരുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പുസ്തകം വളരെ ദുർഗ്രാഹ്യമായി തീർന്നിരിക്കുകയാണ്. ഞാൻ ഇതിൻ്റെ ഒരു തിയോളജിക്കൽ സ്റ്റഡീസിലേക്കല്ല പോകുന്നത്. എൻ്റെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് പ്രകാശിപ്പിച്ചിരിക്കുന്ന കാര്യം അടുത്ത 20 മിനിറ്റുകൾ നിങ്ങൾ കേൾക്കുമ്പോൾ 21, 22 അധ്യായങ്ങളിൽ എന്താണ് പരിശുദ്ധാത്മാവ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതിനൊരു ചുരുക്കെഴുത്ത് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് തരുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. അതിനുവേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. ഒരു കാര്യം ഞാൻ ഉറപ്പ് പറയാം, നിങ്ങൾ പ്രാർത്ഥനയോടെയാണ് ഈ വീഡിയോയുടെ മുമ്പിൽ ഇരിക്കുന്നതെങ്കിൽ നിശ്ചയമായും നിങ്ങൾക്ക് ഈ വീഡിയോ അനുഗ്രഹമായി തീരും. ഈ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുവാൻ ഇടയായിത്തീരും. 21-ാം അധ്യായം, വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം. അതിൻ്റെ തലക്കെട്ട് തന്നെ പുതിയ ആകാശവും പുതിയ ഭൂമിയും എന്നാണ്. ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി, സമുദ്രവും ഇനിയില്ല. പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെ പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് ഇറങ്ങുന്നത് ഞാൻ കണ്ടു. എത്ര മനോഹരമായിരിക്കുന്ന ഒരു ദർശനമാണ് യോഹന്നാന് ലഭിക്കുന്നത് എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചാട്ടെ. 1-ാമത്തെ അധ്യായത്തിൽ തേജോമനായ ക്രിസ്തുവിൻ്റെ രൂപം അവൻ കണ്ടു. 2-3 അധ്യായങ്ങളിൽ ആദിമ സഭകൾ, 7 സഭകളെ, അവരുടെ ആത്മീയ നിലവാരങ്ങളെ പരിശുദ്ധാത്മാവ് അവൻ്റെ മുമ്പിൽ വരച്ചു കാട്ടി. ഇപ്പോൾ അതിനുശേഷം ലോകത്തിൽ സംഭവിക്കുവാൻ പോകുന്ന ന്യായവിധികളുടെ ചരിത്രം, അതിൻ്റെ വിശകലനങ്ങൾ വളരെ വ്യക്തമായി യോഹന്നാന് ലഭിച്ചു. ഇപ്പോൾ യോഹന്നാൻ പറയുകയാണ്, ഈ ന്യായവിധിക്ക് ശേഷം നിത്യതയുടെ ആരംഭത്തിൽ അവൻ കാണുകയാണ് പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നതായി കണ്ടു. ഈ ആകാശവും ഈ ഭൂമിയും ഒഴിഞ്ഞുപോയി. അതുകൊണ്ടാണ് നമ്മളെല്ലാവരും ഈ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും പ്രത്യാശയുള്ളവരായി കർത്താവിനെ ആരാധിപ്പാനുള്ള കാരണം. ഈ നശിച്ചു പോകുന്ന ലോകത്തിന് വേണ്ടിയുള്ളവരല്ല നമ്മൾ ഓരോരുത്തരും. നിത്യമായ ഒരു രാജ്യത്തിന് വേണ്ടിയാണ്. നിത്യമായ ഒരു രാജ്യം ഈ ഭൂമിയിൽ സ്ഥാപിക്കുമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. പത്രോസ് തൻ്റെ ലേഖനത്തിൽ പറഞ്ഞു, ഒടുവിൽ ഈ ഭൂമിയും അതിൻ്റെ മൂലപദാർത്ഥങ്ങളും കത്തിയഴിയും. സ്തോത്രം. ഇന്ന് പാപമംഗലമായ പാപത്താൽ നിറയപ്പെട്ട ഈ ഭൂമി, അതിൻ്റെ സകലതും മൂലപദാർത്ഥങ്ങളും കത്തിയഴിയുമെന്നും ഈ ഭൂമി എന്നേക്കുമായി ഇല്ലാതെ പോകുമെന്നും തിരുവചനം പറയുന്നു. അങ്ങനെ ഒരു അശുഭകരമായ കാരണം പറഞ്ഞ് ബൈബിൾ അവസാനിപ്പിക്കുകയല്ല. എന്നാൽ ആ ന്യായവിധിക്ക് ശേഷം
ഈ കുഞ്ഞാടിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവസഭ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പുതിയ ഭൂമിയുടെ പുതിയ അവകാശികളായിരിക്കുന്ന ആ വിശുദ്ധ സഭ സ്വർഗത്തിൽ നിന്നും താഴോട്ട് ഇറങ്ങി വരുന്ന മനോഹരമായ ദർശനമാണ് വെളിപ്പാട് പുസ്തകം 21-ാമത്തെ അധ്യായത്തിൽ നാം കാണുന്നത്. അതിൻ്റെ ഒരു വിശകലനം പറയുന്നത് കേട്ടോ, സിംഹാസനത്തിൽ നിന്നൊരു മഹാശബ്ദം പറയുന്നതായി ഞാൻ കേട്ടു, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിൻ്റെ കൂടാരം, അവൻ അവരോട് കൂടെ വസിക്കും, അവർ അവൻ്റെ ജനമായിരിക്കും, ദൈവം താൻ അവരുടെ ദൈവമായി അവരോട് കൂടെ ഇരിക്കും. ഈ ഒരു കാര്യമാണ് നിത്യതയുടെ ആരംഭത്തിൽ നമ്മൾ പഠിക്കേണ്ടത്. എന്താണ് നിത്യത? നിങ്ങൾ ശ്രദ്ധിച്ചാട്ടെ. നിത്യത എന്ന് പറഞ്ഞാൽ ഒരു പേപ്പർ എടുത്തിട്ട് രണ്ട് വശത്തേക്കും ഒരു ലൈൻ വരച്ച് രണ്ട് വശങ്ങളിലും രണ്ട് ആരോ ഇട്ടാൽ, അങ്ങോട്ടും ഇങ്ങോട്ടും തുടർമാനമായി സഞ്ചരിക്കുന്ന രീതിയിലുള്ള ആരോ ഇട്ടാൽ അതിനെയാണ് നിത്യത എന്ന് പറയുന്നത്. ഇറ്റ്സ് നെവർ എൻഡിങ്. ആരംഭമില്ല, അവസാനമില്ല. എന്താണ് നിത്യത എന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പം ദൈവം നിത്യനാണ്, അവൻ ആരംഭമില്ല. പുറകോട്ട് നമ്മൾ ചികഞ്ഞു നോക്കിയാൽ അവൻ ഇന്നിടത്തൊന്ന് ആരംഭിച്ചു എന്ന് പറയുവാൻ ഒരു ആരംഭം ഇല്ല. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ ആദി എന്ന അർത്ഥത്തിലല്ല പറയുന്നത്. ആദിയിൽ ദൈവം എന്ന് പറഞ്ഞാൽ പ്രവൃത്തിയുടെ ആരംഭത്തിങ്കിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു വന്ന നമ്മുടെ ദൈവം അനാദിയും ശാശ്വതവുമായ ദൈവമെന്ന് വിശുദ്ധ വേദപുസ്തകം സങ്കീർത്തനങ്ങളിൽ നമ്മളെ ഓർപ്പിക്കുന്നത് നിങ്ങൾ ഓർക്കുക. ഓക്കെ, ആകാശവും ഭൂമിയും സൃഷ്ടിച്ച ദൈവം അതിൻ്റെ അകത്ത് ഒരു തോട്ടം സൃഷ്ടിച്ച് ആ തോട്ടത്തിനകത്ത് ആദമിനെയും ഹവ്വയും ആക്കി. എന്തായിരുന്നു ആദമിന്റെയും ഹവ്വയുടെയും പ്രത്യേകത? ദേ വർ ക്രിയേറ്റഡ് ഇൻ ദ ഇമേജ് ആൻഡ് ലൈക്ക്നെസ് ഓഫ് ഗോഡ്. അവർ ദൈവത്തിന്റെ സാദൃശ്യത്തിനും സ്വരൂപത്തിനും സൃഷ്ടിക്കപ്പെട്ടിരുന്നു എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ അതേ റേഡിയൻസ്, ദൈവത്തിന്റെ അതേ തേജസ് അവർക്കുണ്ടായിരുന്നു. അവരൊന്നും വസ്ത്രം ധരിച്ചിരുന്നില്ല, പക്ഷെ അവർക്ക് നാണം തിരിച്ചറിയുവാൻ കഴിയാത്തതുപോലെ പ്രകാശ വസ്ത്രം അവർ ധരിച്ചിരുന്നു എന്ന് തിരുവചനം നമ്മെ വ്യക്തമായി പഠിപ്പിക്കുന്നു. അന്ന് ദൈവം എല്ലാ ദിവസവും ഏകത്തോട്ടത്തിൽ ഇറങ്ങി വരുമായിരുന്നു. ദൈവം എല്ലാ ദിവസവും അവരുമായിട്ട് സംവദിക്കുമായിരുന്നു. ദൈവം എല്ലാ ദിവസവും അവരുമായിട്ട് സംസാരിക്കുകയും ഒരുമിച്ച് നടക്കുകയും ചെയ്തിരുന്നു. ദൈവത്തെക്കാൾ ഇൻഫീരിയർ അല്ലായിരുന്നു അവർ, ദൈവത്തോട് തുല്യരായിരുന്നു. ദൈവത്തിന്റെ അതേ തേജസ് അവരുടെ മേലുണ്ടായിരുന്നു. സ്തോത്രം. ദൈവത്തിന്റെ അതേ പ്രകാശം അവരുടെ മേലുണ്ടായിരുന്നു. അവർക്ക് നേരിട്ട് സംസാരിക്കാൻ കഴിഞ്ഞു. എന്നാൽ പാപം ചെയ്തപ്പോൾ മനുഷ്യന് ഏറ്റവും വലിയ നഷ്ടം വന്നത് പറുദീസയല്ല. ഏറ്റവും വലിയ നഷ്ടം ദൈവത്തിന്റെ സാദൃശ്യം സ്വരൂപവും അഥവാ ദൈവത്തിന്റെ തേജസ്, അവനെ മൂടിയിരുന്ന ദൈവത്തിന്റെ പ്രഭ അവന് നഷ്ടമായെന്ന. നിങ്ങൾ ശ്രദ്ധിച്ചേ, തേജസ്സിന്റെ വസ്ത്രം അവന് നഷ്ടപ്പെട്ടു. അവർ ആ പഴം, കൽപ്പനാ ലംഘനമായ പഴം പറിച്ചു തിന്നപ്പോൾ ഇരുവരും അവർ നഗ്നരെന്ന് തിരിച്ചറിഞ്ഞു എന്ന വചനം പറയുന്നത്. അതിന്റെ അർത്ഥം അവരുടെ തേജസ് അത്ര നേരവും ഉണ്ടായിരുന്ന ദൈവത്തിന്റെ തേജസ് നഷ്ടപ്പെട്ടിട്ട് അവർ പ്രാകൃതമായ ഒരു ശരീരത്തിലേക്ക് അവർ മാറ്റപ്പെട്ടു. അപ്പോൾ അവരുടെ നഗ്നത പുറത്തു വന്നു എന്നാണ് തിരുവചനം നമ്മളെ കാണിക്കുന്നത്. എന്താണ് നിത്യത എന്ന് ഞാൻ പറയട്ടെ. ആദിയിൽ മനുഷ്യൻ എങ്ങനെ സൃഷ്ടിക്കപ്പെട്ടുവോ, ദൈവത്തിന്റെ സാദൃശ്യത്തിനും സ്വരൂപത്തിലും എങ്ങനെ മനുഷ്യനായിരുന്നുവോ അതേ അനുഭവത്തിലേക്കുള്ള തിരിച്ചുവരവാണ് നിത്യതയിൽ വെളിപ്പാട് പുസ്തകത്തിൽ നമുക്ക് ലഭിക്കുവാൻ പോകുന്നത്. നോക്കിക്കേ, ഇപ്പോൾ ദൈവത്തെ ആർക്കും കാണുവാൻ കഴിയത്തില്ല. ഒരിക്കൽ മോശയോട് ദൈവം പറഞ്ഞു, എന്നെ കാണുവാൻ ഒരു മനുഷ്യർക്കും കഴിയത്തില്ല, എന്നെ കണ്ടിട്ട് ആരും ജീവനോടെ ഇരിക്കത്തില്ല. അതാണ് മനുഷ്യന്റെ അവസ്ഥ. ദൈവത്തിന് കുഴപ്പം കൊണ്ടല്ല, ദൈവത്തിന്റെ തേജസ്സിന്റെ റേഡിയൻസിനെ നോക്കിക്കാണുവാൻ, ഒരു നിമിഷത്തേന് പോലും നോക്കിക്കാണുവാൻ മനുഷ്യന് ത്രാണിയില്ല. വലിയ പ്രഭയുള്ള വലിയ ലൈറ്റിലേക്ക്, രാത്രിയൊക്കെ കെട്ടിയിരിക്കുന്ന ലൈറ്റിലേക്ക് ഈച്ചകളും പ്രാണികളൊക്കെ ചെല്ലുമ്പോൾ, ആ ചൂടിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ കത്തി അഴിഞ്ഞു പോകുന്നത് പോലെ മനുഷ്യന് ദൈവത്തിന്റെ തേജസ്സിനെ കാണുവാനുള്ള ത്രാണിയില്ല. ആർക്കും അടുത്തുകൂടാത്ത പ്രകാശത്തിൽ വസിക്കുന്നവനാണ് ദൈവം. അതാണ് മനുഷ്യന്റെ അവസ്ഥ. പക്ഷെ ദൂതന്മാരുടെ അവസ്ഥ കേൾക്കണോ? ദൂതന്മാർക്ക് പോലും ദൈവത്തിന്റെ തേജസ്സിനെ ആയിരിക്കുന്ന അളവിൽ കാണുവാൻ ദൂതന്മാർക്ക് പോലും ശക്തിയില്ല. കാരണം ദേ ആർ ഇൻഫീരിയർ ടു ഗോഡ്. അവർ ദൈവത്തിൽ നിന്ന് താഴ്ചയുള്ളവരാണ്. സ്തോത്രം. അതുകൊണ്ട് തന്നെ യശയ്യാവിന്റെ പുസ്തകത്തിൽ പറയുന്നത്, യശയ്യാവിന്റെ പുസ്തകത്തിൽ പറയും, അവർ രണ്ടുകൊണ്ട് പറന്നു നിന്ന്, രണ്ടുകൊണ്ട് മുഖം മറച്ചു, രണ്ടുകൊണ്ട് പാദം മറച്ചു നിന്ന് സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ എന്നും അവർ ആർത്തുകൊണ്ട് ഇരുന്നു. ഇപ്പോൾ നോക്കിക്കേ, ദൈവത്തിന്റെ തേജസ്, ദൈവത്തിന്റെ കൃപ, ദൈവത്തിന്റെ ആ തേജസ് അവർക്ക് ഇല്ലാത്തത് കൊണ്ട് അവർക്ക് കണ്ണ് പൊത്തി നിന്ന് മാത്രമേ ദൈവത്തെ ആരാധിക്കുവാൻ കഴിയത്തുള്ളൂ. ദൂതന്മാരുടെ അവസ്ഥ വരെ അതാണ്. സ്തോത്രം. എന്നാൽ ഈ പുതിയ യെരൂശലേമിൽ അല്ലെങ്കിൽ നിത്യതയിൽ ദൈവകൃപയിൽ ഉണ്ടായിരുന്ന വിശുദ്ധ സഭയ്ക്ക് ഉണ്ടാകാൻ പോകുന്ന അനുഭവം എന്നാണെന്നറിയാമോ? നാം അവനെ മുഖം നോക്കി ആരാധിപ്പാൻ തക്കവണ്ണം അവന്റെ തേജസ്സിനാൽ നമ്മളെ പൊതിയും. നോക്കിക്കുക, അപ്പോസ്തലനായ പൗലോസ് മരിച്ചവരുടെ ഉയർപ്പിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു, ദ്രവത്വത്തിൽ വിതയ്ക്കപ്പെടുന്നു, അദ്രവത്വത്തിൽ ഉയർക്കപ്പെടുന്നു, അപമാനത്തിൽ വിതയ്ക്കുന്നു, അവർ തേജസ്സിൽ ഉയർക്കുന്നുവെന്ന. എന്ന് പറഞ്ഞാൽ ഏത് അപമാനം സഹിച്ചും, ഏത് രോഗം വന്നും, ഏത് പ്രയാസം വന്നുമാണ് ഒരുവൻ മരിച്ചതെങ്കിലും അവനെ പള്ളിയിലല്ല അടക്കുന്നത്, അവനെ പബ്ലിക്
സെമിത്തേരിയിലോ അവൻ്റെ സ്വന്തം പറമ്പിലോ അവനെ അടക്കിയാലും അവൻ രക്ഷിക്കപ്പെട്ട ദൈവപൈതലാണെങ്കിൽ അവൻ എഴുന്നേറ്റ് വരുമ്പോൾ അപമാനത്തിൽ അടക്കപ്പെട്ടവനും തേജസ്സിൽ ഉയർക്കുമെന്ന, ഏത് തേജസ്സാണെന്നറിയാമോ? ആദിയിൽ ഏദനിൽ ആദാമിനും ഹവ്വയ്ക്കും നഷ്ടപ്പെട്ടു പോയ തേജസ്സിന്റെ വസ്ത്രം ധരിച്ചുകൊണ്ടാണ് ഒരുവൻ ക്രിസ്തുവിൽ ഉയർത്തെഴുന്നേൽക്കുന്നത് എന്ന് നമ്മൾ മറന്നു പോകരുത്. അങ്ങനെ ആ പുനരുത്ഥാനത്തിൽ അവന്റെ ശക്തി ധരിച്ചവരായി, ആ പുനരുത്ഥാനത്തിന്റെ ശക്തിയും ആ പുനരുത്ഥാനത്തിന്റെ പ്രഭയും ധരിച്ചവരായിട്ടാണ് ഒരു ദൈവവൈദ്യന്റെ ഉയർപ്പ് എന്നുള്ളത് നിങ്ങൾ മറന്നു പോകരുത്. ആ തേജസ് ധരിച്ചുകൊണ്ടാണ് നമ്മൾ പുതിയ സിംഹാസനത്തിൽ ഇരിക്കുന്നത്, അല്ലെങ്കിൽ പുതിയ രാജ്യത്തിൽ, പുതിയ ആകാശത്തിൽ, പുതിയ ഭൂമിയിൽ വസിക്കുന്നത്. അതുകൊണ്ടാണ് 1 യോഹന്നാന്റെ ലേഖനം 3-ാമത്തെ അധ്യായത്തിൽ പറയുന്നു, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു, നാം എന്തായി തീരുമെന്ന് നാം ഇപ്പോൾ അറിയുന്നില്ല. അടുത്തത് പറയുന്നു, അവൻ പ്രത്യക്ഷപ്പെടുമ്പോൾ, താൻ പ്രത്യക്ഷപ്പെടുമ്പോൾ അവൻ താൻ ഇരിക്കും പോലെ തന്നെ കാണേണ്ടതാകൊണ്ട്. ആസ് ഹി ഈസ്, അവൻ എങ്ങനെയായിരിക്കുന്നുവോ, അവൻ അത്ര റേഡിയൻസിൽ പവർ ദൈവമായിരിക്കുന്നു, താൻ ആയിരിക്കും പോലെ തന്നെ നാം അവനെ കാണേണ്ടതാകൊണ്ട് നാം അവനോട് സദൃശ്യന്മാരാകും എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. എത്ര പ്രത്യാശയുള്ള കാര്യമാണെന്ന് നിങ്ങൾ നോക്കിക്കാട്ടെ. നമുക്ക് രൂപാന്തരം സംഭവിച്ചാൽ, അല്ലെങ്കിൽ നമ്മൾ മരിച്ചിട്ട് ക്രിസ്തുവിൽ ഉയർത്തെഴുന്നേറ്റാൽ നമുക്ക് എന്താ സംഭവിക്കാൻ പോകുന്നതെന്നറിയാമോ? ദൈവത്തിന്റെ തേജസ്സിനെ താൻ അവനായിരിക്കുന്നത് പോലെ തന്നെ നോക്കിക്കാണേണ്ടതാകൊണ്ട് നമ്മൾ അവനോട് സദൃശ്യന്മാരാകും. അവന്റെ അതേ റേഡിയൻസ്, അവന്റെ അതേ പവർ, അതിന്റെ വാട്ട്സ് എത്രയാണോ അതേ രീതിയിൽ നമ്മളാവും. അതുകൊണ്ട് നമുക്ക് എന്താ സംഭവിക്കാൻ പോകുന്നത്? നാം അവന്റെ മുഖം കണ്ട് അവനെ ആരാധിക്കുമെന്ന തിരുവചനം പറയുന്നത്. ഈ പുതിയ ആകാശവും പുതിയ ഭൂമിയിലും ക്രിസ്തുവിന്റെ മണവാട്ടിയായ സഭ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് അവനോടുകൂടെ വസിക്കുന്ന മനോഹരമായിരിക്കുന്ന ഒരു വിവരണമാണ് 21-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. വെളിപ്പാട് പുസ്തകം 21-ാമത്തെ അധ്യായത്തിലെ ആ അനുഭവം ക്രിസ്തുവിനെ നേരിട്ട് കണ്ട് അവനോട് കൂടെ വസിക്കുന്നതാണ് എന്നുള്ളത് നിങ്ങൾ ഓർത്തുകൊള്ളണമേ. 8-ാം വാക്യം, 21-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിൽ പറയുന്നു, എന്നാൽ ഭീരുക്കൾ, അവിശ്വാസികൾ, അറയ്ക്കപ്പെട്ടവർ, കുലപാതകന്മാർ, ദുർനടപ്പുകാർ, ക്ഷുദ്രക്കാർ, ബിംബാരാധികൾ എന്നിവർക്കും ഭോഷ്ക് പറയുന്ന ഏവർക്കുമുള്ള ഓഹരി തീയും ഗന്ധകവും കത്തുന്ന പൊയ്കയിലത്രേ. അത് 2-ാമത്തെ മരണം. വിശുദ്ധന്മാർക്ക് ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും ദൈവം സമ്മാനമായി കൊടുക്കുമ്പോൾ മറ്റുള്ളവരുടെ അവസ്ഥയെക്കുറിച്ച് പറയുന്നത് അവർക്ക് തീയും ഗന്ധവും കത്തുന്ന ഒരു പൊയ്കയിലത്രേ. ഇന്ന് അനേകരുണ്ട്, നരകമുണ്ടോ? സ്നേഹമുള്ള ദൈവത്തിന് മനുഷ്യനെ പിടിച്ച് നരകത്തിൽ ഇടുവാൻ കഴിയുമോ എന്നൊക്കെ ചോദിക്കും. അത് ദൈവത്തിന്റെ സ്നേഹത്തിന്റെ കുറവ് കൊണ്ടല്ല, ദൈവത്തിന്റെ നീതിയുടെ ഒരു പ്രതികരണമാണ്. ദൈവം 99.9% നീതിമാനല്ല. ഹീസ് 100% റൈച്ചസ് ഗോഡ്. അവൻ 100% അവൻ വിശുദ്ധനായ ദൈവമാ, നീതിമാനായ ദൈവമാ. അതുകൊണ്ട് പാപത്തിന് നേരെ കണ്ണടയ്ക്കുവാൻ ദൈവത്തിന് കഴിയത്തില്ല. പാപം ചെയ്യുന്നവന് ശിക്ഷയുണ്ട്. അത് ദൈവത്തിന്റെ സ്നേഹത്തിന്റെ കുറവ് മൂലമല്ല, ദൈവത്തിന്റെ നീതിയുടെ പെർഫെക്ഷൻ മുഖാന്തരമാണെന്ന് ആരും മറന്നു പോകരുത്. എന്താ നരകമുണ്ടോ ഇല്ലയോ എന്നൊക്കെ വാദിക്കുന്ന ആളുകൾ വരെയുണ്ട്. ക്രിസ്തു പറഞ്ഞൊരു കാര്യം ഓർക്കണമേ, നരകമുണ്ട് എന്ന് വ്യക്തമായി കർത്താവ് പറഞ്ഞിട്ടുണ്ട്. നിന്റെ ഇടങ്ങണ്ണ് നിനക്ക് ദോഷം വരുത്തുന്നുവെങ്കിൽ നിന്റെ കണ്ണ് നീ ചുഴന്നെടുത്ത് കളയുക. 2 കണ്ണുള്ളവനായി കെടാത്ത തീയിൽ പോകുന്നതിലും നല്ലത് ഒറ്റ കണ്ണുള്ളവനായി സ്വർഗത്തിൽ പോകുന്നതെന്ന് കർത്താവ് പറഞ്ഞു. അതിന്റെ അർത്ഥം എന്താണ്? നിത്യമായിരിക്കുന്ന ഒരു നരകമുണ്ട്, നിത്യമായിരിക്കുന്ന ഒരു ശിക്ഷാവധിയുണ്ട്. ആ വിഷയം ഞാൻ പറയുന്നില്ല. പക്ഷേ ഇവിടെ ഒരു കാര്യം, എന്നാൽ നരകത്തിൽ പോകുന്നവരുടെ ലിസ്റ്റ് പറഞ്ഞിരിക്കുന്നത് ഭീരുക്കൾ, അവിശ്വാസികൾ, അറക്കപ്പെട്ടവർ, കുലപാതകന്മാർ, അങ്ങനെ ഒരു നീണ്ട ലിസ്റ്റ് പറഞ്ഞിരിക്കുക. നോക്കിക്കേ, ഈ ലിസ്റ്റിൻ്റെ അകത്ത് ആദ്യം കൊലപാതകന്മാരല്ല, ആദ്യം വന്നിരിക്കുന്നത് ദുർനടപ്പുകാരെ കുറിച്ചല്ല, ആദ്യം പറഞ്ഞിരിക്കുന്നത് ഭീരുക്കൾ എന്ന പേരാ. എന്താണ് ഭീരു? വെറുതെ ഒരു ഭയമുള്ളവൻ നരകത്തിൽ പോകുമെന്നല്ലേ അർത്ഥം. ആത്മീയ വിഷയങ്ങളിൽ ഭയമുള്ളവരുടെ കാര്യമാണ്, ദൈവിക കാര്യങ്ങളിൽ ഭയമുള്ളവരെ. ചിലപ്പോൾ കൂട്ടായ്മയ്ക്ക് പോകാൻ ചിലർക്ക് പേടിയാണ്, ഞാൻ കൂട്ടായ്മയുടെ അംഗമാണെന്ന് പറയാൻ പേടിയാണ്. ചിലർ പാട്ടും പദവിയും പ്രാർത്ഥനയ്ക്ക് പോകുന്നവരുണ്ട്. സ്തോത്രം. നിങ്ങൾ വിശ്വാസത്തിന് വേണ്ടി ധീരതയോടെ നിൽക്കേണ്ടതാണ്. നിങ്ങൾ ഈ നശിച്ചു പോകുന്ന ലോകത്തിന് വേണ്ടിയല്ല നിങ്ങൾ കറുത്ത വേദപുസ്തകം എടുത്തുകൊണ്ട് നിങ്ങൾ പുറത്തിറങ്ങിയത്. നിങ്ങൾ ഇന്നും നിങ്ങൾ കർത്താവിന് വേണ്ടി നിൽക്കുവാനുള്ള കാരണം നിത്യതയ്ക്ക് വേണ്ടിയാണ്. ആ നിത്യതയിൽ ചേർക്കുന്നത് ഭീരുക്കളെയല്ല, ധീരന്മാരെയാ. അതുകൊണ്ട് എല്ലാ ആത്മീയ ഭീരുത്വവും നിങ്ങളിൽ നിന്ന് മാറിപ്പോകട്ടെ, എല്ലാ ഭീരുത്വങ്ങളും മാറിപ്പോകട്ടെ. നമ്മുടെ ഭീരുക്കളായി കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ നമുക്ക് കഴിയത്തില്ല. അതുകൊണ്ട് ധീരന്മാരായി കർത്താവിന് വേണ്ടി നിൽപ്പാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഭീരുക്കളും അവിശ്വാസികളും ബിംബാരാധികളും അതൊക്കെ പ്രത്യേകിച്ച് പറയപ്പെടേണ്ട ഒരു കാര്യമാണ്. ഏത് ബിംബമെന്നല്ല, ഒരു
ബിംബത്തെയും ആരാധിക്കരുത്. ഭൂമിക്ക് മുകളിൽ, ആകാശത്തിന് കീഴെ, ഭൂമിക്ക് താഴെ വെള്ളത്തിലെങ്കിലും യാതൊന്നിൻ്റെയും ബിംബങ്ങളരുത്. അത് ദൈവത്തിൻ്റെ പേര് പറഞ്ഞിട്ടാണെങ്കിലും, അത് ക്രൈസ്തവ ദൈവങ്ങളുടെ പേര് പറഞ്ഞിട്ടാണെങ്കിൽ പോലും, അമ്പലങ്ങളിൽ ഇരിക്കുന്നത് മാത്രമല്ല പള്ളികളിരിക്കുന്നതാണെങ്കിലും ഏത് ബിംബത്തെയും നീ നമസ്കരിക്കാൻ പാടില്ല. ഇന്നും പലരുമുണ്ട്, അത് കാണുന്നവർക്ക് ഓട്ടോമാറ്റിക്കലി വഴിയിൽ വെച്ച് വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോഴോ അതിനെ നമസ്കരിക്കാനുള്ള ഒരു ടെൻഡൻസിയൊക്കെ പലരുടെ ഉള്ളിലും ഉണ്ടാകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു കാര്യം ഞാൻ വ്യക്തമായി പറയാം, ഇത് എൻ്റെ വാക്കുകളല്ല, വിശുദ്ധ വേദ പുസ്തകം, ഇന്ന് വരെ തെറ്റുപറയാത്ത വിശുദ്ധ വേദ പുസ്തകം പറയുന്നു, സർവ്വബിംബാരാധികളും നരകത്തിൽ, കത്തുന്ന നരകത്തിനായിരിക്കും അവരുടെ അന്ത്യമെന്ന് വിശുദ്ധ വേദ പുസ്തകം പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം എന്ന് ഞാൻ കർത്താവിൽ താല്പര്യപ്പെടുകയാണ്. സ്തോത്രം. ഇനി 21-ാമത്തെ അധ്യായം 9 മുതലുള്ള ഭാഗങ്ങളിൽ ആ നഗരത്തെക്കുറിച്ച്, വിശുദ്ധ നഗരത്തെക്കുറിച്ച്, യെരൂശലേം എന്ന വിശുദ്ധ നഗരത്തെക്കുറിച്ചുള്ള വലിയ വലിയ കാര്യങ്ങൾ അതിനകത്ത് പറയുന്നുണ്ട്. ആ നഗരത്തിൽ എന്താണ് സംഭവിക്കുന്നത്? 12 ഗോപുരമുണ്ട്, 12 മുത്തുണ്ട്. ഇതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യുവാനുള്ള എൻ്റെ സമയമില്ല. സ്തോത്രം. അതൊക്കെ വളരെ മെറ്റാഫറായിട്ട് രൂപങ്ങളിലൂടെ പല അർത്ഥങ്ങളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. 14-ാമത്തെ വാക്യത്തിൽ നഗരത്തിന്, മതിലിന് 12 അടിസ്ഥാനമുണ്ട്. അതിൽ കുഞ്ഞാടിൻ്റെ 12 അപ്പോസ്തലന്മാരുടെ പേരുണ്ട്. ഇത്യാദി കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നു. എന്നാൽ ആ നഗരത്തിൽ തെറ്റിദ്ധരിക്കപ്പെടാൻ സാധ്യതയുള്ളൊരു വാക്യം ഞാൻ പറയാം. 24-ാമത്തെ വാക്യത്തിൽ ജാതികൾ അതിൻ്റെ വെളിച്ചത്തിൽ നടക്കും, ഭൂമിയിലെ രാജാക്കന്മാർ അതിൻ്റെ മഹത്വം കാണും, അതിലേക്ക് കൊണ്ടുവരും. 22-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ പറയുന്നു, നദിക്ക് ഇക്കരെയും അക്കരെയും ജീവവൃക്ഷമുണ്ട്, അത് 12 വിധം ഫലം കായ്ച്ച് മാസം തോറും അതത് ഫലം കൊടുക്കുന്നു, വൃക്ഷത്തിൻ്റെ ഇല ജാതികളുടെ രോഗശാന്തിക്ക് ഉതകുമെന്ന് പറയും. ഈ വാക്യങ്ങൾ വെച്ചുകൊണ്ട് അനേകർ വെളിപ്പാട് പുസ്തകം പഠിപ്പിക്കുമ്പോൾ പറയുന്നുണ്ട് ജാതികളും ആ സ്ഥലത്ത് ഉണ്ടാകുമെന്ന്. വിശുദ്ധ നഗരത്തിൽ there is no ക്ലാസിഫിക്കേഷൻ. നിങ്ങൾ അത് ഓർക്കുക. ദൈവത്തിൻ്റെ പുതിയ മണവാട്ടിയിൽ വേറെ ഒരു ക്ലാസിഫിക്കേഷൻ അവിടെ ഇല്ല എന്നുള്ളത് നിങ്ങൾ പ്രത്യേകിച്ച് ഓർക്കണം എന്നുള്ളത് പറയുകയാണ്. ഇവിടെ എന്താണ് ജാതികൾക്ക് ആ ഇലകൾ അവരുടെ രോഗശാന്തിക്ക് ഉതകുമെന്ന് പറയുവാനുള്ള കാരണം? ഇവിടെയാണ് മെറ്റാഫറിൻ്റെ അർത്ഥം, രൂപകങ്ങളുടെ അർത്ഥങ്ങൾ, അതിൻ്റെ വ്യാഖ്യാന ശൈലികൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അവിടെ ജാതികൾ ഉണ്ടാകുമെന്നല്ല, അവിടെ രോഗമുണ്ടാകുമെന്നല്ല, അവിടെ മരുന്ന് കച്ചവടം ഉണ്ടാകുമെന്നല്ല അർത്ഥം. അവിടെ ഒരു ജീവവൃക്ഷമുണ്ട്. നദിക്ക് അക്കരെയും ഇക്കരെയും ജീവവൃക്ഷമുണ്ട്. ആ ജീവവൃക്ഷത്തിൻ്റെ ഇലകളുടെ ക്വാളിറ്റി എന്താണെന്നാണ് യോഹന്നാൻ നമ്മളോട് പറഞ്ഞു തരുന്നത്. ആ ക്വാളിറ്റി, അതിൻ്റെ രോഗശാന്തിക്കുള്ള ക്വാളിറ്റി ഉണ്ട്. അതിൻ്റെ അർത്ഥം അവിടെ രോഗമുണ്ട് എന്നുള്ളതിൻ്റെ അതല്ല അതിൻ്റെ അർത്ഥം. നിങ്ങളത് മനസ്സിലാക്കണം, അങ്ങനെ തന്നെ മനസ്സിലാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അവിടെ രോഗമുണ്ടെന്നോ, അവിടെ ജാതികളുണ്ടെന്നോ, അവിടെ വേറെ രാജാക്കന്മാരുണ്ടെന്നോ, വേറെ ഭൂമി ഭരിക്കുന്ന രാജാക്കന്മാരുണ്ടെന്നോ ഒന്നും അതിന് അർത്ഥമില്ല. അവിടുത്തെ ആ വെളിച്ചങ്ങളുടെ, ആ പട്ടണത്തിൻ്റെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വിശുദ്ധ നഗരത്തിൻ്റെ ഇമ്പോർട്ടൻസ്, അതിൻ്റെ ഹൈലൈഷൻ പറയുമ്പം അതിനകത്ത് രാജാക്കന്മാർക്ക് പോലും നടക്കുവാൻ കഴിയുന്നത് പോലെ തങ്ങളുടെ മഹത്വം അതിലേക്ക്, ഭൂമിയിലെ രാജാക്കന്മാരുടെ മഹത്വം അതിലേക്ക് കൊണ്ടുവരും എന്നിത്യാദി കാര്യങ്ങൾ പറയും. എന്നിട്ട് പറയുന്നു വൃക്ഷത്തിൻ്റെ ഇല ജാതികളുടെ രോഗശാന്തിക്ക് ഉതകും. അതിൻ്റെ അർത്ഥം അവിടെ രോഗമുണ്ടെന്നല്ല, അവിടെ രോഗശാന്തിക്ക് ഈ ഇല കൊടുക്കുമെന്നൊന്നും അല്ല അതിൻ്റെ അർത്ഥം. അതിൻ്റെ അർത്ഥം ദാറ്റ്സ് എ ക്വാളിറ്റി ഓഫ് ദ ലീഫ്. ആ ഇലയുടെ ക്വാളിറ്റിയെ കുറിച്ചാണ് അവിടെ പറയുന്നത്. സ്തോത്രം. അതിൻ്റെ അപ്പുറത്തേക്ക് പോയി നമ്മൾ അബദ്ധധാരണകളിൽ ചെന്ന് ഇടപെടുവാൻ ഇടവരുത്തരുത്. 22-ാം അധ്യായം, സ്തോത്രം, അതിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ പറയുന്നു, യാതൊരു ശാപവും ഇനിയും ഉണ്ടാകത്തില്ല, ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും സിംഹാസനം അതിലിരിക്കും, അവൻ്റെ ദാസന്മാർ അവനെ ആരാധിക്കും. സ്വർഗത്തിൽ ചെല്ലുമ്പോൾ നമ്മുടെ മെയിൻ ഇൻവോൾവ്മെന്റ് അവനെ ആരാധിക്കുക എന്നുള്ളതാണ്. സ്തോത്രം. അവനെ സ്തുതിക്കുക എന്നുള്ളതാണ്. ദൂതന്മാർ പോലും, വെളിപ്പാട് പുസ്തകം നമ്മൾ പറയുന്നുണ്ട്, വലിയ പുരുഷാരത്തിൻ്റെ പിന്നിൽ നിന്നുകൊണ്ടാണ് ദൂതന്മാർ ആരാധിക്കുന്നത്. ഇപ്പോൾ നമ്മൾ യെശയ്യാവിൻ്റെ പുസ്തകം വായിച്ചാൽ ദൂതന്മാർ അവൻ്റെ മുമ്പിൽ നിന്ന് ആരാധിക്കുന്നുവെന്നാണ്. അവരാരാധിക്കുമ്പോൾ കണ്ണുപൊത്തി നിന്ന് ആരാധിക്കുന്നത്. പക്ഷെ വിശുദ്ധന്മാരായ തേജസ് ധരിക്കപ്പെട്ട വെള്ളവസ്ത്രം, ദൈവ തേജസ്സിൻ്റെ കൃപയുടെ മഹത്വത്തിൻ്റെ വെള്ളവസ്ത്രം ധരിച്ച വിശുദ്ധന്മാർ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ അവർ അവൻ്റെ മുഖം കണ്ട് ആരാധിക്കുമ്പോൾ ദൈവത്തിൻ്റെ ദൂതന്മാർ അവർക്ക് പിന്നിലായി നിൽക്കുന്നുവെന്ന് വെളിപ്പാട് പുസ്തകം പറയുന്നത് എത്ര 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 ആവേശത്തോടെ നമ്മൾ കേൾക്കേണ്ട ഒരു ദൈവത്തിൻ്റെ വചനമാണ്. സ്തോത്രം. 4-ാമത്തെ വാക്യം പറയുന്നു, അവർ അവൻ്റെ മുഖം കാണും, അവൻ്റെ നാമം അവരുടെ നെറ്റിമേൽ ഇരിക്കും, ഇനി രാത്രി ഉണ്ടാകത്തില്ല, കർത്താവായ യേശു അവരുടെ മേൽ പ്രകാശിക്കുമുണ്ട്, വിളക്കിൻ്റെ വെളിച്ചമോ സൂര്യൻ്റെ വെളിച്ചമോ അവർക്ക് ആവശ്യമില്ല, അവർ എന്നേക്കും രാജാക്കന്മാരായിരിക്കും. എത്ര മഹത്വമേറിയ പദങ്ങളാണ്. നമ്മുടെ സിരകളിൽ രക്തം തിളക്കേണ്ടതുപോലെ പ്രത്യാശ വർദ്ധിക്കുന്ന ഒരു ഭാഗമാണ്. ഇനി ഒരു ശാപവും ഉണ്ടാകത്തില്ല, ഇനിയും ഒരു രാത്രിയും ഉണ്ടാകത്തില്ല, ഇനിയും ഒരു ദുഃഖം ഉണ്ടാകത്തില്ല. ഈ ഭാഗത്ത് പറയുന്നുണ്ട്, ദൈവം താൻ അവരുടെ
കണ്ണുനീരിനെ കണ്ണിൽ നിന്ന് തുടച്ചു മാറ്റിക്കളയും, അവനോട് കൂടെ അവൻ്റെ മുഖം കണ്ട് ആരാധിക്കും എന്നുള്ള വലിയ വലിയ പ്രസ്താവന ഈ വെളിപ്പാട് പുസ്തകം അവസാനത്തിൽ പറയുക. ഇനി 7-ാമത്തെ വാക്യം, 22-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിൽ ദർ ഇസ് എ വാർണിംഗ്. അതോടെ പറഞ്ഞ് ഞാൻ ഈ ഭാഗം അവസാനിപ്പിക്കുവാൻ കർത്താവ് ശരണപ്പെടുന്നു. വാർണിംഗ് ഇതാണ്: ഇതാ ഞാൻ വേഗത്തിൽ വരുന്നു, ഈ പുസ്തകത്തിലെ പ്രവചനം പ്രമാണിക്കുന്നവൻ ഭാഗ്യവാന്മാർ. അത് കേൾക്കുകയും കാണുകയും ചെയ്തത് യോഹന്നാൻ എന്ന ഞാൻ തന്നെ. അപ്പോൾ ഈ ഏറ്റവും ഒടുവിൽ പറയുക, ഇങ്ങനെ സംഭവിക്കുവാൻ പോകുന്നതുകൊണ്ട്, ഈ രാജ്യത്തിലേക്ക് നമ്മൾ പോകുന്നത് കൊണ്ട്, ഈ തേജസ് പ്രാപിക്കുവാൻ നാം പോകുന്നത് കൊണ്ട്, ദൈവത്തിന്റെ മുഖം കാണുവാൻ പോകുന്നത് കൊണ്ട് ഒരു വാണിംഗ് പറയുക, ആ ദൈവം വേഗത്തിൽ വരുന്നുവെന്ന്. നോക്കിക്കുക, ആദിമ നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന യോഹന്നാന് പോലും അത് തൊട്ടടുത്തായി അവൻ അനുഭവപ്പെട്ടു. അതുകൊണ്ട് അവന്റെ വാതിക്കൽ നിൽക്കുന്നുവെന്നൊക്കെ കർത്താവിന്റെ വചനത്തിൽ പറയുന്നത്. അതുകൊണ്ട് ഒരു കാര്യം ഓർക്കണമേ, അങ്ങനെയാണെങ്കിൽ അവൻ ഇതാ വരുന്നു, അല്ലെങ്കിൽ വന്നു കഴിഞ്ഞു, അല്ലെങ്കിൽ വരുന്നു എന്നുള്ളതിൻ്റെ അതിൻ്റെ മാക്സിമം നമ്മളോട് അവൻ്റെ വരവ് അടുത്തിരിക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് എന്ത് ചെയ്യണം എന്നറിയാമോ? ഈ പുസ്തകത്തിലെ വചനം കേൾക്കുന്നവനല്ല, പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ. സ്തോത്രം. ഇന്ന് അനേകം വചനം കേൾക്കുന്നുണ്ട്. യേശുവിൻ്റെ കാലഘട്ടത്തിലും യേശുവിൻ്റെ വചനം കേൾക്കാൻ ധാരാളം ആളുകളുണ്ടായിരുന്നു. അവർ തിക്കിത്തിരക്കിക്കൊണ്ടിരുന്നു, ഭയങ്കരമായ തിക്കിത്തിരക്കാരൻ യേശുവിൻ്റെ വചനം കേൾക്കാൻ. പക്ഷേ യേശു പറഞ്ഞു, നിങ്ങളിൽ ആരെങ്കിലും എൻ്റെ ശിഷ്യന്മാരായി തീരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ തന്നെത്താൻ ത്യജിച്ച ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കണമെന്ന് പറഞ്ഞ സെക്കൻഡിൽ അവരെല്ലാം അവനെ വിട്ടുപോയി. കുറച്ച് ശിഷ്യന്മാർ മാത്രം അവൻ്റെ ചുറ്റുപാട് നിന്നു. കണ്ടോ, ഇന്നും അന്നും ഒരുപോലെ കേൾവിക്കാർ ധാരാളമുണ്ട്. ടെലിവിഷനിലൂടെ, മീഡിയകളിലൂടെ ഒക്കെ വചനം കേൾക്കുക. പക്ഷേ കർത്താവ് പറയുന്നത്, നീ അത് പ്രമാണിക്കുവാൻ, പുട്ട് ഇൻ ടു പ്രാക്ടീസ്, നിന്റെ ജീവിതത്തിൽ അത് പ്രായോഗികമാക്കുവാൻ നിനക്ക് കഴിയുന്നില്ലെങ്കിൽ, ഹല്ലേലൂയ, ഈ സ്വർഗരാജ്യത്തിന്റെ അംശികളാകുവാൻ നമുക്ക് കഴിയത്തില്ല. ഈ വചനം പ്രമാണിക്കുന്നവരെയാണ്. വചനത്തിനകത്ത് അങ്ങനെ ഉണ്ട്, പക്ഷെ ഞങ്ങൾ ഇങ്ങനെ ചെയ്യുക, ഇങ്ങനെയൊക്കെയാണല്ലോ പോകുന്നത്. നമ്മുടെ പിതാക്കന്മാരൊക്കെ ഇങ്ങനെ ചെയ്തു പോയല്ലോ, അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ അങ്ങോട്ട് പോകാം. പിതാക്കന്മാർ പോയിടത്തേക്ക്, പിതാക്കന്മാർ എങ്ങോട്ട് പോയി എന്ന് കരുതിയാൽ നമ്മൾ അങ്ങോട്ട് പോകാൻ. നമ്മൾ മറ്റാരും പോയിടത്തേക്കല്ല, കർത്താവിൻ്റെ അരികിലേക്കാണ് നമ്മൾ പോകേണ്ടത്. കർത്താവ് പറഞ്ഞു, ഞാൻ പോയി ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെയും ഇരുത്തേണ്ടതിന് പിന്നെയും വന്ന് ചേർത്ത് കൊള്ളാം. നമ്മുടെ മരിച്ചുപോയ പിതാക്കന്മാരുടെ കൂടെ ഇരുത്താനല്ല കർത്താവ് കാൽവറിയിൽ മരിച്ചത്. നമ്മൾ മരിച്ചത് കർത്താവിനോട് കൂടെ ഇരിക്കാനാണ്. അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം, അതായിരിക്കണം നമ്മുടെ ഉദ്ദേശം. ഈ വചനം പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ. എന്നിട്ട് പറയുന്നു, ഇത് കേൾക്കുകയും കാണുകയും ചെയ്തത് യോഹന്നാൻ എന്ന് ഞാൻ. കേൾക്കുകയും കാണുകയും ചെയ്ത ശേഷം അത് എനിക്ക് കാണിച്ചു തന്ന ദൂതന്റെ കാൽക്കൽ വീണ് ഞാൻ നമസ്കരിച്ചു. ഐ വർഷിപ്ഡ് ഹിം. എന്നാൽ അവൻ എന്നോട്, അരുത്, നീ നിന്റെയും നിന്റെ സഹോദരന്മാരായ പ്രവാചകന്മാരുടെയും ഈ പുസ്തകത്തിലെ പ്രവചനം പ്രമാണിക്കുന്നവരുടെ സഹഭൃത്യനത്രേ ഞാൻ. അപ്പൊ ദൈവത്തിന്റെ ദൂതൻ, ഇന്ന് ചില ക്രൈസ്തവ മേഖലകളിൽ ദൈവദൂതന്മാരെ ആരാധിക്കുന്ന സ്വഭാവമുണ്ട്. ദൈവദൂതന്മാരെ റാസ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പോകുമ്പോൾ, ഞാൻ വഴിയിലൂടെയൊക്കെ പോകുമ്പോൾ കണ്ടിട്ടുണ്ട്, ദൂതന്മാരുടെ രൂപമൊക്കെ ചുമന്നുകൊണ്ട് പോകുന്നവര്, അതിനെ ആരാധിക്കുന്നവര്. ഞാൻ ആരെയും വ്യക്തിപരമായി തേജോവധം ചെയ്യുവാനല്ല ഈ വീഡിയോ ഉപയോഗിക്കുന്നത്. പക്ഷേ ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായി പറയുന്ന ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചേ. ദൈവത്തിന്റെ ദൂതൻ തന്നെ പറയുക, നീ എന്നെ ഒരിക്കലും നമസ്കരിക്കരുത്. ഐ എം നോട്ട് ക്വാളിഫൈഡ്. ഞാനിതൊരു ക്വാളിഫൈഡ് അല്ല, ഞാൻ നിന്റെ കോ സെർവൻ്റ് ആണ്. നിങ്ങളെ പോലെ ദൈവവചനം കേൾക്കുന്ന, ദൈവവചനം അനുസരിക്കുന്ന ആളുകൾക്കുള്ള സഹഭൃത്യനാണ് ഞാൻ. I am a servant of God. I am not qualified to worship. ഞാൻ ഒരു വർഷിപ്പ് സ്വീകരിക്കുവാൻ, ദൈവത്തിൻ്റെ ആരാധന എന്നിലേക്ക് വരത്തക്കവണ്ണമുള്ള യോഗ്യത എനിക്കില്ല. അതുകൊണ്ട് നീ ദൈവത്തെ ആരാധിക്കണം എന്ന് പറയുകയാണ്. ദൈവമല്ലാതെ മറ്റൊന്നിനെയും ആരാധിക്കുവാൻ പാടില്ല. സ്തോത്രം. അങ്ങനെ സ്തോത്രം. ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നു, 12-ാമത്തെ വാക്യം അവസാനമായി പറയുന്നു, ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തരും അവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുക്കുവാൻ പ്രതിഫലം എൻ്റെ പക്കൽ ഉണ്ട്. ഒരു കാര്യം കൂടെ ഓർത്തണേ, കർത്താവ് വെറുതെ വരികയില്ല കേട്ടോ. ഒരിക്കലും അവൻ വന്നു, അവൻ ക്രൂശിക്കപ്പെട്ടു. ഇപ്പോൾ കർത്താവ് രാജാവായി വരുമ്പോൾ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നു, ഞാൻ വേഗം വരുന്നു എന്ന് പറയുക മാത്രമല്ല, അവനവൻ്റെ ഓരോരുത്തർക്കും അവനവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുക്കുവാൻ പ്രതിഫലം എൻ്റെ കയ്യിലുണ്ട്. ഇതൊരു വലിയ ശക്തിയേറിയൊരു വാർണിംഗ്സ് ആണ് എല്ലാ മനുഷ്യർക്കും. ഈ പ്രപഞ്ചത്തിലുള്ള സകല മനുഷ്യൻ്റെ പ്രവൃത്തികളെ ഓരോന്നായി അക്കമിട്ട് നിരത്തി അവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം പ്രതിഫലം കൊടുക്കുവാൻ അവൻ്റെ പക്കൽ ഉണ്ട്. ഇന്നത്തെ പാപങ്ങളും ഇന്നത്തെ കൊടിയ തെറ്റുകളും ഇന്നത്തെ പാപപരമായ ജീവിതങ്ങളും അനേകരെ കണ്ണടയ്ക്കുമ്പോൾ, അല്ലെങ്കിൽ അനേകരെ കാണാതെ വലിയ പാപങ്ങളിലൊക്കെ ജീവിക്കുന്ന, പാപത്തെ പച്ചവെള്ളം പോലെ വലിച്ചു കുടിക്കുന്ന ആളുകളോടൊക്കെയുള്ള ദൈവവചനത്തിൻ്റെ ഏറ്റവും വലിയ മുന്നറിയിപ്പ് ഇത്. രാജാവായ ക്രിസ്തു വെളിപ്പെടുവാൻ പോകുന്നു. അവൻ വരുമ്പോൾ വെറുകയോടെയല്ല, ഓരോരുത്തർക്കും, ഈച്ച് ആൻഡ് എവറി വൺ, എല്ലാവർക്കും ഓരോരുത്തർക്കും അവനവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുക്കുവാനുള്ള റിവാർഡ്,
പ്രതിഫലം അവൻ്റെ കയ്യിലുണ്ട്. അവൻ്റെ മുമ്പിൽ ചെല്ലുമ്പോൾ ഹല്ലേലൂയ നാം നമ്മുടെ കരം ഉയർന്നിരിക്കുമോ? നമ്മളെ നല്ല ദാസനെ എന്ന പേരിന് യോഗ്യരായി തീരുമോ? വെളിപ്പാട് പുസ്തകത്തിൻ്റെ ആരംഭം മുതൽ നിങ്ങൾ പഠനങ്ങൾ പല രീതിയിൽ കേട്ടിട്ടുണ്ടായിരിക്കാം, പല പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം. എന്നാൽ ഇതിൻ്റെ അവസാനത്തിൽ ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യമുണ്ട്. ഈ ഭാഗ്യഗണത്തിൽ പെടുന്നവരാണോ നിങ്ങൾ? ആ വചനം അനുസരിക്കുന്നവരാണോ നിങ്ങൾ? പുതിയ യെരുശലേം എന്ന ദൈവസഭയുടെ ഭാഗമാണോ നിങ്ങൾ? ഇന്ന് കർത്താവ് വന്നാൽ, അവൻ്റെ രാജ്യത്തിൽ ചേർക്കപ്പെട്ടാൽ നിങ്ങൾ ആ രാജ്യത്തിൻ്റെ പങ്കാളികളാകുമോ? നിങ്ങളുടെ ആത്മീയതയുടെ അളവുകൾ എൻ്റെ കയ്യിലില്ല. നിങ്ങളുടെ ആത്മീയതയെ ചിന്തിപ്പാനോ അതിനെ വിധിക്കുവാനോ എനിക്ക് കഴിയത്തില്ല. അവനവൻ്റെ ജീവിതത്തെ പരിശോധിക്കട്ടെ. നീതി ചെയ്യുന്നവൻ ഇനി നീതി ചെയ്യട്ടെ, അഴുക്കാകുന്നവൻ ഇനി അഴുക്കാകട്ടെ. കർത്താവ് പറയുന്നു, ഇതാ ഞാൻ വേഗം വരുന്നു, അവനവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുക്കുവാൻ എൻ്റെ കയ്യിൽ പ്രതിഫലം ഉണ്ട്. ഗോഡ് ബ്ലസ് യു ഓൾ. ആമേൻ. ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ സമയം വരെയും വളരെ വ്യക്തമായ ദൈവിക സന്ദേശം നമുക്ക് കേൾപ്പാൻ തക്കവണ്ണം ദൈവമക്കളെ, എത്ര കൃത്യമായിട്ടാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. നമ്മൾ ഭയപ്പെട്ടു പോകുന്ന ചില സന്ദേശങ്ങളൊക്കെ നമ്മൾ കേട്ടു. വെള്ളസിംഹാസന ന്യായവിധിയെക്കുറിച്ചും നരകത്തെക്കുറിച്ചും നമ്മൾ ഭയപ്പെട്ടു. എന്നാൽ അതൊരിക്കലും ഭയമായി മാറണ്ട, കാരണം നമ്മൾ ഒരിക്കലും അതിലൂടെ പോകേണ്ടവരല്ല. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, എന്നാൽ നിത്യതയെക്കുറിച്ചുള്ള വലിയ പ്രകാശനം നമുക്ക് കേൾക്കുവാനായിട്ടിട വന്നു. ഈ ക്ലാസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് കർത്താവിൻ്റെ വരവിന് വേണ്ടിയുള്ള ഒരു ഒരുക്കം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ തക്കവണ്ണം, ഭയത്തോടെ നമ്മൾ ജീവിപ്പാൻ തക്കവണ്ണം. ദൈവമക്കളെ, നമ്മൾ ആരംഭത്തിൽ ധ്യാനിച്ചതുപോലെ നോഹയുടെ കാലം പോലെ സംഭവിക്കുന്നു. നമ്മൾ കേൾക്കുകയും കാണാത്തതും സംഭവിക്കുന്നു. അതിൻ്റെ നടുവിൽ ഒരു വ്യക്തമായ തിരിച്ചറിവോടെ മുന്നോട്ട് പോകുവാൻ ദൈവമക്കൾക്ക് ദൈവസന്നിധിയിൽ ഭയത്തോടു കൂടി മുന്നോട്ട് പോകുവാൻ ഈ സന്ദേശങ്ങൾ ഉപകരിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ദൈവമക്കളെ, വിശദീകരണങ്ങൾ ഒട്ടും ആവശ്യമില്ലാത്തതുപോലെ വളരെ സിമ്പിളായിട്ട്, വളരെ വ്യക്തമായിട്ട് ദൈവദാസന്മാരിലൂടെ ഈ സന്ദേശം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു. ദൈവമക്കളെ, ഇന്ന് വരെ നടന്നതായി 6 ദിവസത്തെ പഠനം നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ ഒരു പുതിയ തലമായി മാറുന്നു എന്നറിയുന്നതിൽ ദൈവത്തെ സ്തോത്രം ചെയ്യുകയാണ്. നിശ്ചയമായിട്ടും ദൈവമക്കളെ, ഇതൊരു പഠനത്തിൻ്റെ അവസാനമല്ല, പഠനത്തിൻ്റെ ആരംഭമാണ്. ഓരോ വിഷയങ്ങളും ദൈവമക്കളെ നമ്മളൊന്ന് ഇരുത്തി വായിച്ച്, ഇരുത്തി ധ്യാനിച്ച്, കഴിയുമെങ്കിൽ ഒരു നോട്ട്ബുക്കിൽ നമ്മൾ ഓരോ സബ്ജക്റ്റ് എഴുതി അതേക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ നമ്മൾ ഉത്സാഹിക്കണം, കൂടുതലായിട്ട് അതിനുവേണ്ടി ആഗ്രഹിക്കണം. ദൈവത്തിൻ്റെ വചനം വളരെ നിർമ്മലമായി, വളരെ വ്യക്തമായും ദൈവത്തിൻ്റെ വചനം ഈ ഓരോ സംഭവങ്ങളും നമുക്ക് വെളിപ്പെടുത്തി തരുന്നതാണ്. ദൈവത്തിന് സ്തോത്രം. ഇതിനെക്കുറിച്ച് വിവിധ പഠിപ്പിക്കലുകളുണ്ട്. ആ വ്യൂവിലേക്ക് ഒന്നും നമ്മൾ പോയിട്ടില്ല. അത്യാവശ്യം ഈ ഒരു സബ്ജക്റ്റ് ജനത്തിന് അഥവാ നമ്മുടെ ഉള്ളിൽ മനസ്സിലാകുക എന്നുള്ള ബേസിക് ആയിട്ടുള്ള ഒരു ക്ലാസ് മാത്രമാണ് നമ്മൾ ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ബൈബിൾ കോളേജിലും ഓരോ പഠന വിഷയങ്ങളിലും ഇതിൻ്റെ ഓരോ സബ്ജക്റ്റ് ഒരു സെമസ്റ്റർ വരെ എടുത്ത് പഠിപ്പിക്കുന്ന സബ്ജക്റ്റുകളാണ്. അത്രയ്ക്കും ആഴത്തിൽ അത് പഠിക്കുവാനായിട്ടുണ്ട്. അതുകൊണ്ട് ഇന്നിവിടെ ക്രമീകരിച്ചതായി പഠനം ഒരിക്കലും നമ്മുടെ ഒരു പഠനത്തിൻ്റെ അവസാനമായി മാറാതെ നമ്മുടെ ആകാംക്ഷയോടെ ദൈവത്തിൻ്റെ വചനം പഠിക്കുന്നവരായി മാറുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. നമുക്കുള്ള സംശയങ്ങൾ അഥവാ തീർക്കുവാനായിട്ട് പരമാവധി ശ്രമിക്കുന്നതാണ്. അതാത് പഠിപ്പിച്ച അധ്യാപകരെ കണക്ട് ചെയ്ത് നിങ്ങൾക്കുള്ള ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ തരുവാനായിട്ട് ശ്രമിക്കുന്നതാണ്. ദൈവമക്കൾ, അതുകൊണ്ട് സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങളത് നിങ്ങളുടെ ഉള്ളിൽ മാത്രം അവശേഷിപ്പിക്കാതെ സംശയങ്ങൾ ചോദിക്കുക. അതിന് മറുപടിയുമായി നമുക്ക് ഒരുമിച്ച് മുന്നേറുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ പഠിപ്പിച്ച അധ്യാപകരൊക്കെ നമുക്ക് പരിചിതരായ അധ്യാപകരാണല്ലോ. ഒന്നുകിൽ നിങ്ങൾക്ക് ചോദ്യങ്ങൾ ഇവിടേക്ക് അയക്കാം, അല്ലെങ്കിൽ അധ്യാപകരുമായി നമുക്ക് ചോദിക്കാം. എല്ലാം അതിൽ സംശയം പൂർത്തീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെന്ന് ദൈവസ്നേഹത്തിൽ പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്ന് പ്രത്യേകിച്ച് ഈ ദൈവത്തിൻ്റെ വചനം ശുശ്രൂഷിച്ച പ്രിയപ്പെട്ട ജോർജ് എറിയാൻ സാറിനോടും അതുപോലെ പ്രിയപ്പെട്ട ജിച്ചറിനോടും പാസ്റ്റർ സജ്ജുകുമാർ കട്ടപ്പനയോടും ഞങ്ങൾക്കുള്ള നന്ദിയും സ്നേഹവും വാക്കുകളിൽ അറിയിക്കുകയാണ്. അതോടൊപ്പം ഇതൊരു സമാപന സെഷൻ ആയതുകൊണ്ട് ഈ 18 സെഷനുകളായി ക്ലാസ് എടുത്ത എല്ലാ അധ്യാപകരോടും ഞങ്ങൾക്കുള്ള നന്ദിയും സ്നേഹവും വാക്കുകളിൽ അറിയിക്കുന്നു. ദൈവമക്കളെ, ഇത് അവരവരുടെ വീട്ടിലിരുന്നു കൊണ്ട്, ചിലരൊക്കെ ഇവിടെ വന്നിരുന്നു കൊണ്ടും ഒരുപാട് അധ്വാനിച്ച് അതിൻ്റെ പിന്നിൽ ഒരുപാട് ത്യാഗോജ്ജലമായ കാര്യങ്ങൾ അതിൻ്റെ പിന്നിൽ ചെയ്തു. ഞങ്ങളതെല്ലാം നന്ദിയോടെ ഓർക്കുകയാണ്. ഞങ്ങൾ ലോകപരമായ ഒരു പ്രതിഫലവും അതിൻ്റെ നടുവിൽ നൽകുന്നില്ല. എന്നാൽ പ്രതിഫലം നൽകുന്ന ദൈവത്തിലാണല്ലോ നമ്മൾ വിശ്വസിക്കുന്നത്. നിശ്ചയമായിട്ടും സ്വർഗത്തിലെ ദൈവം പ്രതിഫലം നൽകി കർത്താവിന്റെ ദാസന്മാരെ മാനിക്കട്ടെ എന്ന് ദൈവസ്നേഹത്തിൽ പ്രാർത്ഥിക്കുകയാണ്, ആശംസിക്കുകയാണ്. ഈ ഒരു കൊച്ചു സംരംഭം എന്നുള്ള നിലയിൽ ഞങ്ങളോട് സഹകരിച്ച പ്രത്യേകിച്ചും വിലപ്പെട്ട ദൈവദാസന്മാർ അതിനോട് പ്രതികരിച്ചു. ഞങ്ങൾക്കതിൽ ഒത്തിരി നന്ദിയുണ്ട്. എത്രത്തോളം നന്ദി പറഞ്ഞാലും മതി വരാത്തതുപോലെ ഇതിനായിട്ട് സഹകരിച്ച എല്ലാ ദൈവദാസന്മാരോടും ഞങ്ങൾ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നുള്ള നന്ദിയും സ്നേഹവും വാക്കുകളിൽ അറിയിക്കുകയാണ്. ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ.
ദൈവം അനുവദിച്ചാൽ തുടർന്ന് നമുക്ക് സന്ദേശങ്ങളായി പഠനങ്ങളായി മുന്നോട്ട് പോകുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. ഞങ്ങൾ മുൻകൂട്ടി അറിയിച്ചിരിക്കുന്നത് പോലെ തന്നെ എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 7 മണി മുതൽ 9 മണി വരെ നമ്മുടെ ഇതേ ചാനലിൽ നമ്മുടേതായ പ്രോഗ്രാം നടക്കുന്നുണ്ട്. ദൈവമക്കൾ അതും പ്രയോജനപ്പെടുത്തുക. ഹെവൻ യൂത്ത് അല്ലപ്ര യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് താല്പര്യമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്കതിൻ്റെ റിമൈൻഡർ സന്ദേശം ലഭിക്കുമല്ലോ. നമുക്ക് ഒരുമിച്ച് ആത്മീക ശുശ്രൂഷയിൽ മുന്നേറുവാനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവമക്കളെ, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് പല രീതിയിൽ ഈ ദൈവത്തിൻ്റെ വചനം കേട്ടതായ പഠിച്ചതായ എല്ലാ ദൈവമക്കളോടും ദൈവനാമത്തിലുള്ള നന്ദി അറിയിക്കുകയാണ്. ധാരാളം പേർ ഇത് ലൈവായിട്ട് പലർക്കും കാണുവാനായിട്ട് സമയത്തിൻ്റെ ക്രമീകരണങ്ങളൊക്കെ ഉണ്ടെങ്കിലും ആവർത്തിച്ച് ധാരാളം പേർ അത് കാണുന്നു പഠിക്കുന്നു എന്നറിഞ്ഞതിൽ ദൈവത്തെ സ്തോത്രം ചെയ്യുകയാണ്. എല്ലാവരോടും ദൈവസ്നേഹത്തിലുള്ള നന്ദി വാക്കുകളിൽ അറിയിക്കുകയാണ്. നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം, അന്യോന്യം പ്രാർത്ഥനയിലായിരിക്കാം. ഇതിൻ്റെ പിന്നിൽ ഓരോ ദിവസവും ഇത് എഡിറ്റ് ചെയ്യുവാനും അതിൻ്റെ റെക്കോർഡിങ്ങിലായിരിക്കാനായിട്ട് അധ്വാനിച്ചതായ പ്രിയപ്പെട്ട എൽദോ ജോർജ് ഉൾപ്പെടെ ഇതിൻ്റെ എല്ലാ ടീം അംഗങ്ങൾക്കും ദൈവസ്നേഹത്തിലുള്ള ഒരു നന്ദിയുടെ ആവശ്യമില്ല എങ്കിലും ഞാനത് ദൈവസ്നേഹത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. പലപ്പോഴും ഈ പ്ലാറ്റ്ഫോമിൽ നിന്ന് ശുശ്രൂഷിക്കുന്നവരെയാണ് മറ്റുള്ളവർ കാണുന്നുള്ളൂ. എന്നാൽ ഇതിൻ്റെ പിന്നിൽ ത്യാഗോജ്ജരമായ അനവധി ശുശ്രൂഷകളുണ്ട്, ക്രമീകരണങ്ങളുണ്ട്. അവരെല്ലാവരെയും ദൈവം പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ദൈവസ്നേഹത്തിൽ പ്രാർത്ഥിക്കുകയാണ്, ആശംസിക്കുകയാണ്. എല്ലാവരോടും ഒരിക്കൽ കൂടി ദൈവസ്നേഹത്തിലുള്ള നന്ദി അറിയിക്കുകയാണ്. ദൈവം നമ്മെ സഹായിക്കട്ടെ, ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഒരു നിമിഷം നമുക്ക് കണ്ണുകളെ അടയ്ക്കാം, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്നേഹവാനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, കർത്താവേ, ഞങ്ങൾ കൊതിയോടെ ആരംഭിച്ച അന്ത്യകാല സംഭവങ്ങളെന്ന ഈ വേദപഠന ധ്യാനം ഇന്ന് സമാപനത്തിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. പിശാച് മൂടിവെച്ച ചില വിഷയങ്ങളെ പുറത്തു കൊണ്ടുവരുവാൻ നീ ഞങ്ങളെ സഹായിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവ്, ഇത് കേട്ട നിന്റെ മക്കൾക്ക് അത് ആത്മീക വർധനവിന് കാരണമായി തീരുവാൻ ഇനിയും പഠിപ്പാൻ ദൈവകൃപ കൊണ്ട് നടക്കണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളെ ഗൈഡ് ചെയ്യണമേ. ഞങ്ങളുടെ ചിന്തകൾ തെറ്റിപ്പോകാതെ, ഞങ്ങളുടെ പഠനങ്ങൾ തെറ്റിപ്പോകാതെ, പിശാച് അതിലൊന്നും മുതലെടുക്കാതെ നേരായ വഴിയിലൂടെ ഞങ്ങളെ നയിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളെ കരം പിടിച്ച് നടത്തുമാറാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇതിലാർക്കും കർത്താവേ ഞങ്ങളുടെ ചിന്താഗതികൾ തെറ്റിപ്പോകരുത്. ഇതിലൊന്നും പിശാച് ഞങ്ങളെ തെറ്റിച്ചു കൊണ്ട് പോകരുത്. കർത്താവേ, നിന്റെ ആ വലിയ കൃപ ഞങ്ങളുടെ നടുവിൽ വ്യാപരിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പൊരുൾ തിരിച്ചു തരുന്ന ദൈവമേ, കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ഫിലിപ്പോസിനെ എടുത്തുകൊണ്ടുപോയി വചനം പഠിക്കാനായിട്ടിരുന്ന ഹല്ലേലൂയ ഒരു സണ്ടന്റെ അടുത്തേക്ക് കൊണ്ടുവന്ന് അവൻ വായിച്ച ഭാഗം വെളിപ്പെടുത്തി കൊടുത്ത ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ, ഈ നാളുകളിൽ ഞങ്ങൾക്കത് വ്യക്തതയോടെ പഠിപ്പാൻ നിന്റെ ആലോചനയോ നിന്റെ നിർദ്ദേശമോ നിന്റെ പഠിപ്പിക്കലോ ഞങ്ങളോട് കൂടെ ഇരുന്ന് ഞങ്ങളോടൊപ്പം ഇരുന്ന് ഞങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ ഞങ്ങളുടെ വചന ധ്യാന സമയത്ത് ഞങ്ങളുടെ ഓരോ മേഖലയുടെ നടുവിൽ ഞങ്ങളെ പഠിപ്പിക്കുമാറാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഇത്രത്തോളം ഞങ്ങൾ അനുഗ്രഹിച്ചതിനായി സ്തോത്രം. അധ്യാപകരെ ഒരിക്കൽ കൂടി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കൊറോണ രോഗത്താൽ ഭാരപ്പെടുന്ന ലോകമെമ്പാടുമുള്ള എല്ലാവരെയും ഞങ്ങൾ ഒരിക്കൽ കൂടി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നിന്റെ മക്കൾക്ക് ദൈവത്തിന്റെ വചനം ആശ്വാസം നൽകണമേ. കർത്താവെ, ബലം നൽകണമേ, പ്രത്യാശ നൽകണമേ, പുതിയതുണ്ട് എന്നുള്ളൊരു കാഴ്ചപ്പാട് നൽകണമേ. എല്ലാറ്റിൻ്റെയും അവസാനമല്ല, ഇതെല്ലാറ്റിൻ്റെയും അവസാനമല്ല. ഹല്ലേലൂയ. ദൈവത്തിന്റെ സംസാരം ഞങ്ങൾക്ക് തരണമേ. ഇത്രത്തോളം അനുഗ്രഹിച്ചതിനായി സ്തോത്രം. അവിടുന്ന് പ്രാർത്ഥനയെ കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ ആമീൻ. ആശീർവാദത്തിന് വേണ്ടി നമുക്കൊരുങ്ങാം. പിതാവാം ദൈവമേ, അവിടുത്തെ സ്നേഹവും പുത്രനാം ദൈവമേ അവിടുത്തെ കൃപയും പരിശുദ്ധാത്മാവാം ദൈവമേ അവിടുത്തെ സംബന്ധവും സഹവാസവും ഞങ്ങളെല്ലാവരോടുകൂടെയും ഇന്നും എന്നാളും ഉണ്ടായിരിക്കുമാറാകണമേ. ആമീൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകിയ ദൈവത്തെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വരണമേ.